السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين وعلى من اتبعهم بإحسان إلى يوم الدين أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل ما يعبأ بكم ربي لولا دعاؤكم فقد كذبتم فسوف يكون لزاما. ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരികളെ, പ്രാർത്ഥനയെപ്പറ്റിയാണ്, ദുആയിനെ പറ്റിയാണ് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്. ദുആ അതിൻ്റെ രൂപവും അതിൻ്റെ ക്രമങ്ങളുമൊക്കെ പ്രത്യേകമായ നിബന്ധനകളോ ഷർത്തുകളോ ഫർളുകളോ ഇല്ലെങ്കിൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അള്ളാഹുവിനോട് ചിലത് ചോദിച്ച് വാങ്ങുകയാണ്. ദുആ എന്ന് പറഞ്ഞാൽ വിളി ആണല്ലോ. അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ചിലത് ഇങ്ങോട്ട് ചോദിച്ച് വാങ്ങുകയാണ് നമ്മൾ. സ്വാഭാവികമായും നമ്മളോടൊരാൾ എന്തെങ്കിലും ചോദിച്ചു വാങ്ങുമ്പോൾ അയാൾക്ക് കൊടുക്കണം എന്ന് നമുക്ക് തോന്നണമെങ്കിൽ അയാൾ നമ്മുടെ ശത്രുവാകാതിരിക്കണം. ഒരാൾ വന്നിട്ട് നമ്മളെ വീട്ടിൽ വന്ന് നമ്മളെ പെരടിക്കൊരടി വന്നിട്ട് ഒരു 100 റുപ്യ ഉണ്ട് ഇതാന്ന് പറഞ്ഞാൽ നമ്മൾ 100 റുപ്യ അല്ല കൊടുക്കുക. കാരണം നമ്മൾ ശത്രുവാണ്, അല്ലെങ്കിൽ ഓനെന്തോ ഒരു അപകടകാരിയാണ്, ഓൻ അങ്ങനെ കൊടുത്താൽ പറ്റൂല എന്നാണ് പറയുക. അപ്പോൾ പടച്ചോനോട് നമ്മൾ ചോദിച്ച് വാങ്ങുമ്പോൾ നമ്മൾ അള്ളാഹുവിൻ്റെ ശത്രുക്കളാവരുതെന്ന് മാത്രമല്ല, ഈ ചങ്ങാതിക്ക് കൊടുക്കണം എന്നുള്ള ഒരു അള്ളാഹുവിന് അങ്ങനെ ഒരു ഇഷ്ടം നമ്മളോട് വരണമെന്നല്ലോ, എങ്കിലല്ലേ നമ്മൾ ചോദിച്ചാൽ അള്ളാഹു തരുള്ളൂ. നമ്മളങ്ങനെ തന്നെയാണ്. നമ്മൾ ചോദിച്ചാൽ തരണമെങ്കിൽ ഇപ്പോൾ ഒരു സാധു വന്ന് നമ്മളെ വീട്ടിൽ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ ദയനീയതയും കഷ്ടപ്പാടൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇയാൾക്ക് കൊടുക്കേണ്ടത് തന്നെയാണ്. നേരെ മറിച്ച് മറ്റൊരാൾ വന്ന് ചോദിക്കുമ്പോൾ അവൻ്റെ ഒരു കുഴപ്പമില്ല, ഓൻ നല്ല ആരോഗ്യമാണ്, ഓൻ അങ്ങനെ ചോദിച്ചാൽ അങ്ങനെയാണ് കൊടുക്കുമൊന്നും വേണ്ട, ഓൻ എന്തെങ്കിലും കൊടുത്ത് വിട്ടാൽ മതി എന്ന് നമ്മൾ മനസ്സിലാക്കാം. അപ്പോൾ ആ ഒരു അടിസ്ഥാനപരമായി നമ്മൾ ദുആ ചെയ്യും. നമ്മളൊക്കെ ദുആ ചെയ്യാറുണ്ട്, കുട്ടികളെ കൊണ്ട് നമ്മൾ ദുആ ചെയ്യിപ്പിക്കാറുണ്ട്, നമ്മൾ ദുആ ചെയ്യാറുണ്ട്. നമ്മളൊക്കെ ദുആ ചെയ്യുമ്പോൾ ഈ അടിസ്ഥാനമായി നമ്മളത് മനസ്സിലാക്കണം. അള്ളാഹു നമുക്ക് തരണമെങ്കിൽ നമ്മൾ അള്ളാഹുവിൻ്റെ മിത്രമാവണം, കഴിയും വിധത്തിലെങ്കിലും. ഇപ്പോൾ നമ്മൾ നല്ല ചൂടുള്ള കാലമാണ്, നോമ്പൊക്കെ നോറ്റ് ആ നോമ്പിൻ്റെ അവസാന ഘട്ടമായപ്പോഴേക്ക് കുറേ പ്രയാസങ്ങളുണ്ട്, ക്ഷീണവും പ്രയാസങ്ങളും ഒക്കെ എല്ലാവർക്കും ഉണ്ട്. അങ്ങനൊക്കെ ഒരു പ്രയാസപ്പെട്ട് നമ്മൾ നോമ്പ് നോറ്റു, രാത്രി നമസ്കരിച്ചു എന്നതുകൊണ്ടൊക്കെ അള്ളാഹ് നമ്മൾ വിചാരിച്ചിട്ട് തരണം എന്നില്ല. ദുആഇൻ്റെ കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം മറ്റൊന്നതാണ്. നമ്മൾ കഠിനാധ്വാനം ചെയ്തു, അമല് ചെയ്തു, ഇബാദത്ത് ചെയ്തു എന്നത് കൊണ്ട് നമ്മൾ ചോദിക്കുന്നത് അള്ളാഹു തരണം എന്നില്ല എന്നാണ്. കാരണം അതിൻ്റെയും അപ്പുറത്താണ് അള്ളാഹു. നമുക്കൊരു തൊഴിലാളി വന്ന് പണിയെടുത്ത് വൈകുന്നേരം വരെ പണിയെടുത്താൽ, ജോലി ചെയ്ത് തന്നാൽ നമ്മളതിൻ്റെ കൂലി കൊടുക്കണം. എന്താ കാരണം? അത് നിയമമാണ്, തൊഴിലാളിക്ക് കൂലി കൊടുക്കുക എന്നുള്ളത്. നമ്മളുടെ ആ ശക്തിയൊക്കെ ഉപയോഗിച്ച് കൂലി തരൂല എന്ന് പറഞ്ഞാൽ അതിനെ മറികടക്കാൻ അവന് വേറെ വഴിയുണ്ട്. മുകളിലുള്ളവരോട് പറഞ്ഞാൽ മതി, ഇവൻ എനിക്ക് കൂലി തന്നിട്ടില്ല. പഠിച്ചവന് നമ്മൾ അമല് ചെയ്ത് കൊടുത്തിട്ട് അല്ലാഹു തആല അതിൻ്റെ കൂലി തന്നില്ലെങ്കിൽ ആരോടാ പറയാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിവസം സഹാബിമാരോട് പറഞ്ഞു, ഖാരിബു വസദ്ദിദു വഅലമു അന്നഹു ലൻ യൻജുവ അഹദും മിൻകും ബിഅമലിഹി. പരമാവധി അള്ളാഹുവിനോട് അടുക്കുന്ന വിധത്തിൽ മിതത്തോടുകൂടി മിതമായി നിങ്ങളൊക്കെ പ്രവർത്തിക്കണം, അമൽ ചെയ്യണം.
മിതമായി അമൽ ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂട്ടത്തിൽ ചില ആളുകൾക്ക് രാത്രി നേരം വെളുക്കുവോളം പുലരും വരെ നമസ്കരിക്കാനും ഖുർആൻ ഓതാനും ഒക്കെ കഴിഞ്ഞു എന്ന് വരും. പക്ഷേ മറ്റൊരാൾക്ക് അത് കഴിയില്ല, അയാൾ ദുർബലനായിരിക്കും. എല്ലാ അമലിൻ്റെ കാര്യത്തിലും അങ്ങനെയാണല്ലോ. അപ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മളെക്കൊണ്ട് കഴിയുന്ന വിധത്തിൽ, അതാണ് മുഖാറബത്ത്, കഴിയുന്ന വിധത്തിൽ ഓരോരുത്തരും മിതമായിട്ട് മിതത്വം പാലിച്ചുകൊണ്ട് അമൽ ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഭാര്യ നമസ്കരിക്കാൻ വേണ്ടിയുള്ള ആവേശം കൊണ്ട് ദീർഘമായി നിന്ന് നമസ്കരിക്കാൻ വേണ്ടി പള്ളിയിലൊരു കയറ്, പെണ്ണുങ്ങൾ നിൽക്കുന്ന ഭാഗത്തൊരു കയറ് കെട്ടിയപ്പോൾ നബി ആ കയറ് കഴിച്ചിടാനാണ് പറഞ്ഞത്. അങ്ങനെ അത്ര പ്രയാസപ്പെട്ടുകൊണ്ടല്ല നിങ്ങൾ ചെയ്യേണ്ടത്. ഒരു കയറുമ കെട്ടി തൂങ്ങി നിന്നിട്ട് അമൽ ചെയ്യല്ല, അവിടെ ഇരുന്നിട്ട് നിസ്കരിച്ചാൽ മതി. അതാണ് അദ്ദേഹത്തിൻ്റെ, ആ സ്ത്രീയുടെ, വൃദ്ധയായ നബിയുടെ ഭാര്യയാണ്. അതിൻ്റെ മിതത്വം അതാണ്. അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടേതായ ഒരു മാക്സിമം കഴിവ്, മസ്തത്താഴ്ത്തു എന്ന് പറഞ്ഞല്ലോ, കഴിയുന്നത്ര നമ്മൾ അമൽ ചെയ്യുക. ശ്രദ്ധിതു, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ കഴിയുന്നത്ര നേരെ ചൊവ്വയാവുക. ആ സദാദ് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെ റസൂല് സുന്നത്തിനനുസരിച്ചായിരിക്കണം, ആത്മാർത്ഥമായിരിക്കണം, മറ്റു താല്പര്യങ്ങളൊന്നും അതിലുണ്ടാവരുത്, മറ്റു ചിന്തകൾ അതിൽ ഇടകലർന്ന് വരരുത്. പരിസ്കരിക്കുമ്പോഴൊക്കെ ഒരുപാട് ചിന്തകൾ വരുമല്ലോ, ആ ചിന്തകളൊക്കെ ഒഴിവാക്കിയിട്ട് നല്ല ഒരു മനസാന്നിധ്യത്തോടു കൂടി അള്ളാഹുവിന് വേണ്ടി കൂലി കിട്ടണം, രക്ഷപ്പെടണം, ആ ഒരു നിലക്ക്, അതാണ് സദാദ്. നേരെ ചൊവ്വേ നിങ്ങൾ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുക. എന്നിട്ട് നബി പറഞ്ഞു, വയലമോ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നബി അവരൊരു താക്കീതാണ്. നിങ്ങൾ പരമാവധി അമലെടുത്തോളി, പരമാവധി നേരെ ചൊവ്വേ ചെയ്തോളി. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, അന്നഹു ലൻ യൻജുവ അഹദും മിൻകും ബി അമലിഹി. നിങ്ങളൊക്കെ അമൽ ചെയ്തു എന്നതുകൊണ്ട് രക്ഷപ്പെടണം എന്നില്ല ഒരിക്കലും. നിങ്ങൾ അമൽ ചെയ്തതിന് നിങ്ങൾക്ക് സ്വർഗം തരണം ഇല്ലെങ്കിൽ വാങ്ങും. അങ്ങനെയുള്ളൊരു കാര്യമൊന്നും അള്ളാഹുവിനോട് നടക്കുകയില്ല എന്നാണ് പറയുന്നത്. നിങ്ങൾ അമൽ ചെയ്തത് കൊണ്ട് നിങ്ങൾ രക്ഷപ്പെടില്ല. ഇത് പറഞ്ഞപ്പോൾ സഹാബിമാർ മുഖാറബത്ത് പരമാവധി അവർ അമൽ ചെയ്യാറുണ്ട്, പരമാവധി നേരെ ചൊവ്വ ചെയ്യാറുണ്ട്. പക്ഷേ ഇങ്ങനൊക്കെ അമൽ ചെയ്തിട്ടും രക്ഷപ്പെടൂലേ? അമലിന് നമുക്ക് കൂലി തരേണ്ടതല്ലേ അള്ളാഹു? അത് നമ്മുടെ അവകാശമല്ലേ എന്ന ഒരു ചിന്ത വന്നിട്ട് അവർ ചോദിച്ചു, വല അൻത യാ റസൂലല്ലാഹ്, റസൂലേ നിങ്ങളും അങ്ങനെ തന്നെയാണോ? ഞങ്ങളെക്കാളൊക്കെ ഒരുപാട് അമൽ ചെയ്യുന്ന ആളാണല്ലോ, നിങ്ങളും അമൽ ചെയ്തിട്ട് രക്ഷപ്പെടൂല എന്നാണോ ഈ പറയുന്നത്? അപ്പം നബി പറഞ്ഞു, വലാനല്ല, ഞാനും രക്ഷപ്പെടൂല. അമൽ ചെയ്തതുകൊണ്ട് നബി കാല് നീര് കെട്ടി വെറുക്കുവോളം നമസ്കരിച്ചിരുന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പം അങ്ങനെയൊക്കെ വളരെ കഷ്ടപ്പെട്ട് അമൽ ചെയ്തിട്ടും ഞാനും രക്ഷപ്പെടൂല കൂട്ടുകാരെ. നിങ്ങൾ മാത്രമല്ല, നമ്മളാരും രക്ഷപ്പെടൂല. പിന്നെന്ത് വേണം? ഇല്ലാ അൻ യതഗമ്മദനി അല്ലാഹു ബിറഹ്മത്തിൻ മിൻഹു വഫളിൽ. അള്ളാഹുവിൻ്റെ റഹ്മത്ത്, അതിൻ്റെ മേലെ ഔദാര്യവും റഹ്മത്തും കൊണ്ട് എന്നെ അള്ളാഹു തആല ചുറ്റിപ്പൊതിയണം. എൻ്റെ അടിമ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ഞാൻ കൊടുക്കാതിരിക്കാൻ പാടില്ല, അവനോട് കരുണ കാണിക്കണം. അങ്ങനെ അള്ളാഹുവിൻ്റെ ആ റഹ്മത്ത് ചുറ്റിപ്പൊതിഞ്ഞാലേ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അപ്പോൾ ആ റഹ്മത്തിനുള്ള ദ്വായാണ് നമ്മൾ ഈ ദ്വാ ചെയ്യേണ്ടത് എപ്പോഴും. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ കഅബ പടുത്തുയർത്തിയ ആ സാഹചര്യമൊക്കെ നമുക്കറിയാലോ. അവിടുന്ന് ഇറാഖിൽ നിന്ന് ഇങ്ങോട്ട് ഭാര്യയെയും ഹാജറ ഇസ്മായിലിനെ കൊണ്ടുവരാൻ പറഞ്ഞു. എത്ര നീണ്ട യാത്രയാണ്, 1 മാസത്തെ ദൂരമുള്ള യാത്ര. അവർ മലയോരങ്ങൾ താണ്ടി കടന്നു വന്നു. അതല്ല പറഞ്ഞത് കേട്ടു. അവിടെ വെച്ചിട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനോട് തിരിച്ചു പോകാൻ പറഞ്ഞു. അതും ഇബ്രാഹിം നബി അലൈഹി സ്വലാം കേട്ടു. ഞങ്ങൾക്ക് ആരാണ് നിങ്ങളാണ് പോയാലും ഉണ്ടാകുക എന്ന് ഹാജറ റളിയല്ലാഹു അൻഹ ചോദിക്കുമ്പോൾ, അത് അല്ല ഉണ്ടാവും, അല്ല പറഞ്ഞിട്ടല്ലേ പോകേണ്ടത്, അത് അല്ല എന്തെങ്കിലും ഒരു വഴി കണ്ടിട്ടുണ്ടാവും. അങ്ങനെയും ഇബ്രാഹിം നബി അലൈഹി സ്വലാം സഹിച്ചു. പിന്നെ കുട്ടിയെ അറുക്കാൻ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. ശരി, അതും ഇബ്രാഹിം നബി അലൈഹി സ്വലാം കേട്ടു, അനുസരിച്ചു. കത്തിയും കയറും എടുത്ത് കുട്ടിയെ അറുക്കാൻ കൊണ്ടുപോയി ഇബ്രാഹിം നബി അലൈഹി സ്വലാം. അപ്പോൾ ഒരുപാട് അമലുകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്, അള്ളാഹുവിന് വേണ്ടി ഒരുപാട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ പറയാണ്, നിങ്ങൾ 2 ആളും കൂടി കഅബ ഉണ്ടാക്കണം.
കഅബ പടുത്തുയർത്തണം. എന്തുകൊണ്ടാണ് കഅബ പടുത്തുയർത്തുക? അവിടെ മലയുണ്ട്, ജബൽ കഅബ എന്ന് പറഞ്ഞ മല ഉണ്ടല്ലോ. ആ മലമെന്ന് പോയിട്ട് കല്ല് വെട്ടിക്കോളി രണ്ടാളും, ബാപ്പി മോനും കൂടി, വേറെ ആരും ഇല്ലല്ലോ സഹായിക്കാൻ. ബാപ്പി മോനും കല്ല് വെട്ടി കൊണ്ടുവരണം, എന്നിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് അത് പടുത്തുണ്ടാക്കണം. അങ്ങനെ രണ്ടാളും കൂടി ജബൽ കഅബൻ്റെ മുകളിൽ നിന്ന് കരിങ്കല്ല് വെട്ടിക്കൊണ്ടുവന്ന് കുത്തിപ്പൊളിച്ച് കൊണ്ടുവന്ന് പടുക്കാവുന്ന പാകത്തിൽ ചെത്തി മിനുക്കി ഉണ്ടാക്കി അത് കഅബ അതുകൊണ്ട് പടുത്തുയർത്തി. ഇത്രയൊക്കെ ത്യാഗം ചെയ്തിട്ടും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം എന്താ ചെയ്തത്? ഇതൊക്കെ ഞാൻ ചെയ്താലും പടച്ചോൻ ഇതിന് കൂലി തരണ്ടേ? തരാൻ നിർബന്ധിതനല്ലല്ലോ അള്ളാഹു, പക്ഷെ തരും. അള്ളാഹു വാഗ്ദാനം ലംഘിക്കുകയില്ല. അതുകൊണ്ട് അവിടെയാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പ്രാർത്ഥിക്കുന്നത്. എന്ത്? വഇദ് യർഫഉ ഇബ്രാഹിമുൽ ഖവാഇദ മിനൽ ബൈത്തി വ ഇസ്മായിൽ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ഇബ്രാഹിമും ഇസ്മായിലും കൂടി ആ കഅബയുടെ തറ മേൽ പടുത്തുയർത്തി ഇങ്ങനെ വന്നിട്ട് അത് പൂർത്തിയായപ്പോൾ രണ്ടുപേരും പ്രാർത്ഥിക്കുന്നത് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. പടച്ചോനെ സ്വീകരിക്കണം, ഞങ്ങൾ ഇത്രയൊക്കെ ത്യാഗം ചെയ്തു, അത് നീ കബൂലാക്കിയിട്ട്, എല്ലാം കാണുന്നവനും കേൾക്കുന്നവനുമാണല്ലോ, ഈ അധ്വാനം നിനക്ക് കേൾക്കാമല്ലോ, ഞങ്ങളുടെ വേദനകളും രോദനങ്ങളും, ഞങ്ങൾ ചെയ്യുന്ന ഈ പണിയുടെ അധ്വാനം നിനക്ക് കാണാമല്ലോ, എല്ലാം അറിയുന്നവനാണല്ലോ, കേൾക്കുന്നവനാണല്ലോ, നീ സ്വീകരിക്കണം. ആ പ്രാർത്ഥനൻ്റെ സന്ദർഭം നോക്കൂ നിങ്ങൾ. അപ്പോൾ ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു ഒരു ഊക്കിന് നമ്മളങ്ങനെ എല്ലാവരും അങ്ങനെ നിസ്കാരം കഴിഞ്ഞ് എല്ലാവരും ഉയർന്ന് പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ ഒരു വലിയ പ്രാർത്ഥനാ സദസ്സിൽ വന്ന് നമ്മളങ്ങനെ ആമീൻ എന്ന് പറയുന്നു. അതിൻ്റെയൊക്കെ അപ്പുറത്തുള്ള നമ്മളെ ജീവിതത്തെ വളരെയധികം ബാധിക്കുന്ന, നമ്മൾ എന്തു ചെയ്താലും പടച്ചവനോട് ഒരു അപ്പീല് കൊടുത്താലേ എനിക്ക് രക്ഷ കിട്ടുകയുള്ളൂ എന്ന് തോന്നുമ്പോൾ ആ തോന്നലോടുകൂടി ഉണ്ടാകുന്ന മനസ്സിൽ നിന്നുള്ള പ്രാർത്ഥനയാണ് അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുക. നമ്മൾ ഈ ഒരു ഖുർആനിൽ നമ്മളെ ജീവിതം അള്ളാഹും നമ്മളും തമ്മിലുള്ള ബന്ധം ഒരു കച്ചവടം പോലെയാണ്. ഒരുപാട് കച്ചവടക്കാർ നമ്മളെ കൂട്ടത്തിലും കച്ചവടക്കാരൊക്കെ ഉണ്ട്. എന്താ കച്ചവടം? കസ്റ്റമർ നമ്മൾക്ക് കാശ് തരും, ആ കാശിനനുസരിച്ചുള്ള വസ്തു നമ്മൾ കൊടുക്കും. 10 കിലോനാണ് തന്നതെങ്കിൽ 10 കിലോ കൊടുക്കും, അതിനുള്ള. അപ്പോൾ അള്ളാഹുവിന് അതന്നെ, അതാണ് ഖുർആൻ. ഹൽ യാ അയ്യുഹല്ലദീന ആമനൂ ഹൽ അദുല്ലുക്കും അലാ തിജാറത്തിൻ തുൻജീക്കും മിൻ അദാബിൻ അലീം. ഈ ഖുർആനിൽ കച്ചവടം സാധാരണ നമ്മളൊക്കെ ചെയ്യുന്ന കച്ചവടത്തെ പറ്റി പറയുന്നുണ്ട്. സാധനങ്ങൾ, കൃഷി വസ്തുക്കളൊക്കെ കച്ചവടം ചെയ്യുന്നതിനെ പറ്റി. അതല്ലാതെ മനുഷ്യനും പടച്ചവനും തമ്മിലുള്ള ബന്ധത്തെ അല്ലാഹു തആല ഒരു കച്ചവടത്തിനോട് ഉപമിക്കുന്നുണ്ട്. ഉലൈക യർജൂന തിജാറത്തൻ ലൻ തബൂർ. ഒരിക്കലും നഷ്ടമാകാത്ത കച്ചവടമാണ് ആ വിശ്വാസികൾ ചെയ്തിട്ടുള്ളത്. പടച്ചവനായിട്ടുള്ള നഷ്ടം വരാത്ത കച്ചവടമാണ്, ലാഭക്കച്ചവടമാണ് നടത്തിയിട്ടുള്ളത് എന്ന് ഖുർആനിലുണ്ട്. അൽ അദുല്ലുക്കും അലാ തിജാറത്തിൻ തുൻജീക്കും മിൻ അദാബിൻ അലീം. അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാവുന്ന ഒരു കച്ചവടത്തെപ്പറ്റി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. എന്താ കച്ചവടം? തൂമിനൂന ബില്ലാഹി വറസൂലിഹി വതുജാഹിദൂന ഫീ സബീൽ. അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ വിശ്വസിക്കുക, അള്ളാഹുവിൽ വിശ്വസിക്കുക, റസൂലിൽ വിശ്വസിക്കുക, അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ ജിഹാദ് ചെയ്യുക. അപ്പോൾ നമ്മളെ ജീവിതം എന്ന് പറയുന്നത് ഒരു കച്ചവടമാണ്. പകുതി അള്ളാഹുവിന് അങ്ങണ്ട് കൊടുക്കുക, പകുതി അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് കണ്ട് വാങ്ങുക. അല്ലെങ്കിൽ മുതൽ അങ്ങോട്ട്, നമ്മളെ കയ്യിലുള്ള മുതൽ അങ്ങോട്ട് കൊടുക്കുക, അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള മുതൽ ഇങ്ങോട്ട് വാങ്ങുക. അലാ ഇന്ന സൽഅത്തല്ലാഹി ഗാലിയ. അള്ളാഹുവിൻ്റെ അടുക്കലുള്ള ചരക്ക് വില പിടിച്ചതാണ്. അലാ ഇന്ന സൽഅത്തല്ലാഹി അൽ ജന്ന. അള്ളാഹുവിൻ്റെ അടുക്കലുള്ളത് സ്വർഗമാണ്. അത് എങ്ങനെയെങ്കിലും താഴ്ന്ന വസ്തു കൊടുത്തിട്ട് വാങ്ങിയാൽ കിട്ടുന്നതല്ല. ആ നല്ല മുന്തിയത് ചോദിച്ച് കൊടുത്തിട്ട് വേണം കിട്ടാൻ. മുന്തിയത് നമ്മളെ കൊണ്ട് കഴിയുന്നത്ര നമ്മുടെ അമലുകൾ മുന്തിയ തരത്തിലുള്ള അമല് കൊടുത്തിട്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് സ്വർഗമാകുന്ന വില പിടിച്ച ആ ചരക്ക് നമ്മൾ തിരിച്ചു വാങ്ങണം. ആ ഒരു കച്ചവടത്തിനോടാണ് ഖുർആൻ ഉപമിച്ചത്. നിസ്കാരത്തിനെ പറ്റി അല്ലാഹു തആല പറഞ്ഞപ്പോൾ പറഞ്ഞു ഖസംതു സ്വലാത്ത ബൈനി. നബി പറയാണ് ഖസംതു സ്വലാത്ത ബൈനി വബൈന അബ്ദി നിസ്ഫൈൻ. അതായത് അള്ളാഹുവാണ് പറയുന്നത്. ഒരു ഖുദ്സിയായ ഹദീസിലാണ്. ഖുദ്സിയായ ഹദീസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സംഭാഷണം അള്ളാഹുവിൻ്റേതാണ്, എന്നാൽ പദം നബിയുടേതാണ്. ഖുർആന്
അതിൻ്റെ ആശയവും പദവും അള്ളാഹുവിൻ്റേത് തന്നെയാണ്. നമുക്കതിൽ നബിക്ക് അതിലൊരു കൂട്ടിക്കടത്താനും അധികാരമില്ല. പക്ഷെ ഖുദുസിയായ ഹദീസിൽ അള്ളാഹുവിൻ്റെ ഖുദുസ് വിശുദ്ധ സ്ഥാനത്ത് നിന്ന് അള്ള പറയുന്നതായിട്ടാണ് പറയുന്നത്. പക്ഷേ നബിയാണ് നമ്മളെ കേൾപ്പിക്കുന്നത്. ഖുർആനിൽ ആ വാക്ക് ഉണ്ടാവില്ല. അപ്പോൾ അവിടെ അള്ളാഹു തആല പറയുകയാണ്, ഖസംതു സലാത്ത ബൈനി വബൈന അബ്ദി നിസ്ഫൈൻ. ഈ നിസ്കാരം എൻ്റെയും എൻ്റെ അടിമയുടെയും ഇടയിൽ പപ്പാതിയായിട്ട് ഞാൻ വീതിച്ചിട്ടുണ്ട് എന്നാണ്. നിസ്കാരത്തിൻ്റെ പകുതി എൻ്റെ അടിമ ഇങ്ങോട്ട് തരിക, അതിൻ്റെ പകുതി ഞാൻ അങ്ങോട്ട് കൊടുക്കുക. അത് നമുക്കിങ്ങനെ നിസ്കരിക്കുമ്പോൾ നമുക്കിങ്ങനെ അറിയാം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ ഫാത്തിഹനെ പറ്റി തന്നെ നബി വേറിട്ട് പറഞ്ഞു. നമ്മൾ ഫാത്തിഹ ഓതുകയാണ്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു. ഫാത്തിഹേൻ്റെ അർത്ഥം ഏകദേശം നമുക്കൊക്കെ അറിയാലോ. ഇയ്യാക നഅ്ബുദു വരെ അവിടെ നമ്മൾ വെക്കുക, ഫാത്തിഹേൻ്റെ ഒരു പകുതി ഭാഗം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുന്നത് എന്താ? അള്ളാഹുവിനെ നമ്മൾ സ്തുതിക്കുകയാണ്. നമ്മളെല്ലാവരും കൂടി സഫായി നിന്ന്, രാത്രിയാവട്ടെ പകലാവട്ടെ, സർവശക്തനായ സർവലോകരക്ഷിതാവായ അള്ളാഹുവേ നിനക്കാണ് സ്തുതി, നിനക്കാണ് സ്തുതി. നമ്മളങ്ങനെ അള്ളാഹുവിന് ആ പ്രകീർത്തനം മുകളിലേക്ക്, അള്ളാഹുവിൻ്റെ സന്നിധാനത്തിലേക്ക് ഇങ്ങനെ മനസ്സിൽ നിന്ന് നമ്മളങ്ങണ്ട് ഉയർത്തി ചൊല്ലുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവരും കൂടി ഇമാമ് പറയുമ്പോൾ നമ്മളും അത് ചൊല്ലുന്നുണ്ട്, എല്ലാവരും കൂടിയും പിന്നെ ആമീൻ പറയുന്നുണ്ട്. അപ്പോൾ നമ്മളൊക്കെ അള്ളാഹുവിങ്കലേക്ക് സ്തുതി അൽഹംദുലില്ലാ 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 അങ്ങോട്ട് കൊടുക്കുകയാണ്. അർറഹ്മാനിർ റഹീം എന്ന് പറയുന്നതും നമ്മൾ അള്ളാഹുവിന് അങ്ങോട്ട് കൊടുക്കുകയാണ്. അള്ളാഹുവേ നീ കരുണാനിധിയാണ്, കാരുണ്യവാനാണ്. അള്ളാഹുവിൻ്റെ ഗുണവിശേഷണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട് ഖുർആൻ പറഞ്ഞതാണ് റഹ്മാനുർ റഹീം. ഏറ്റവും കൂടുതലും ഏറ്റവും ആവർത്തിച്ചും പറഞ്ഞ അള്ളാഹുവിൻ്റെ വചനമാണ് റഹ്മാനുർ റഹീം. അപ്പോൾ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടതും അതിനാണ്. അള്ളാഹുവിൻ്റെ റഹ്മത്ത്, അള്ളാഹു റഹ്മത്തുള്ളവനാണ് എന്ന് പറയുന്ന ആ വിശേഷണമാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ആ റഹ്മത്ത് നമ്മളങ്ങനെ എല്ലാവരും നിന്നിട്ട് ഇമാമ് ഓതുന്നു, നമ്മളത് കേൾക്കുന്നു, നമ്മളും ഓതുന്നു. റഹ്മാൻ അൻതർ റഹ്മാൻ അൻതർ റഹീം. അള്ളാഹുവേ നീ റഹ്മാനാണ്, റഹീമാണ്. അള്ളാഹുവിനങ്ങനെ റഹ്മത്തിനെ നമ്മൾ അംഗീകരിച്ചു കൊടുക്കുകയാണ്. അള്ളാഹുവിൻ്റെ റഹ്മത്ത് അതാണല്ലേ ഇബാദത്ത്. അള്ളാഹുവിന് വിനയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ റഹ്മത്ത് അംഗീകരിച്ചു കൊടുക്കുകയാണ്. മാലിക് യൗമിദ്ദീൻ, നീ മരിച്ചു എന്നാലും വിചാരണ ദിവസത്തിലും അള്ളാഹുവേ നീയാണ് പരമാധികാരി. ദുനിയാവിൽ മാത്രമല്ല പരലോകത്തും ആ പരമാധികാരം നമ്മൾ അംഗീകരിച്ചു കൊടുക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അല്ലാഹു തആല പറഞ്ഞു, ഇദാ ഖാലൽ അബ്ദു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, ഒരടിമ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ അള്ളാഹു മുകളിൽ ഇരുന്നു കൊണ്ട് തൻ്റെ മലക്കുകളോട് പറയുന്നുണ്ട്, ഹമിദനി അബ്ദി, എൻ്റെ അടിമ ഇതാ എന്നെ സ്തുതിച്ചിരിക്കുന്നു. ഓരോരുത്തരുടെയും ഇബാദത്ത് അള്ളാഹു വേറെയാണ് കാണൽ, ഒന്നിച്ചല്ല. വലിയൊരു പള്ളിയിൽ അതിഗംഭീരമായ ഒരു ജമാഅത്ത് നടക്കുമ്പോൾ ആ ഗാംഭീര്യമല്ല അള്ളാഹ് കാണുന്നത്. നമ്മുടെയൊക്കെ ഓരോരുത്തരുടെയും മനസ്സിൽ നിന്ന്, നമ്മൾ മലപ്പുറത്തെ പള്ളിയിലാണെങ്കിലും മക്കത്തെ പള്ളിയിലാണെങ്കിലും നമ്മുടെയൊക്കെ മനസ്സിലുള്ള സ്തുതിയുടെ വലിപ്പം അള്ളാഹു വേറിട്ട് പറയാണ്. അതുകൊണ്ടാണ് ഹമിദനി അബ്ദി. ലക്ഷങ്ങളുണ്ട് മക്കത്തെ പള്ളിയിൽ. അവിടെ ഇബാദ് എന്നുള്ളതല്ല പറയുന്നത്, അബ്ദ്. ഓരോ അടിമയുടെയും സ്തുതി, അവൻ്റെ ആ സ്തുതിയുടെ ആത്മാർത്ഥത, അതിൻ്റെ ആ വോള്യം വ്യത്യസ്തമാണ് നമ്മളുടേതൊക്കെ. അപ്പോൾ അല്ലാഹു തആല നമ്മളൊക്കെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോൾ മലക്കുകളോട് പറയും എന്ന് നബി പഠിപ്പിക്കുകയാണ് ഖുദ്സിയായ ഹദീസിൽ. ഹമിദനി അബ്ദി, എൻ്റെ ഈ അടിമ എന്നെ സ്തുതിച്ചു കേട്ടോ. അവനോട് അവന് ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. അവൻ എന്നെ അംഗീകരിക്കുന്നുണ്ടല്ലോ, എൻ്റെ സ്തുതി അവൻ അംഗീകരിക്കുന്നുണ്ടല്ലോ. ഇദാ ഖാലൽ അബ്ദു അർറഹ്മാനിർ റഹീം, നമ്മൾ അർറഹ്മാനിർ റഹീം എന്ന് പറയുമ്പോൾ അല്ലാഹു തആല മലക്കുകളോട് പറയും, നോക്കൂ, അസ്നാ അലയ്യ അബ്ദി, ആ പള്ളിയിൽ നിന്നുകൊണ്ടതാ എൻ്റെ അടിമ എന്നെ സ്തുതിക്കുന്നു, എന്നെ പ്രശംസിക്കുന്നു. ഞാൻ കാരുണ്യവാനാണ് എന്നവൻ അംഗീകരിക്കുന്നു. എൻ്റെ കാരുണ്യം അവൻ അംഗീകരിച്ച് അവൻ ആഗ്രഹിക്കുന്നു. എന്നെ അവൻ മനസ്സിലാക്കിയിരിക്കുന്നു. അല്ലാഹു ഒരു ഭീകരനല്ല, കരുണാനിധിയാണ്, പരമകാരുണികനാണ് എന്നവൻ അംഗീകരിച്ചുകൊണ്ട് അസ്നാ അലിയ അബ്ദി, എൻ്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു, എന്നെ പ്രശംസിച്ചിരിക്കുന്നു.
അപ്പോൾ അവിടെ ഇങ്ങനെ അതിങ്ങനെ പ്രകമ്പനം, നമ്മുടെ ഹംദും നമ്മളുടെ റഹ്മത്തുനുള്ള ആ അള്ളാഹുവിൻ്റെ ആ റഹ്മാൻ റഹീമൊക്കെ അവിടെ ഇങ്ങനെ തട്ടുന്നുണ്ട്. മുകളിലെത്തി അള്ളാഹു അതിന് പ്രതികരിക്കുകയാണ്. ഹമിദൻ അസ്ന അലയ്യ അബ്ദി വൈദ ഖാലൽ അബ്ദു മാലിക് യൗമിദ്ദീൻ. ഇനി ഇഹലോകത്തല്ല പരലോകത്തും ഞങ്ങൾക്കൊക്കെ രക്ഷ നൽകാനുള്ള പരമാധികാരിയായ ഉടമ പടച്ചവനെ നീയാണ് എന്ന് പറയുമ്പോൾ അല്ലാഹു തആല മലക്കുകളോട് പറയുന്നു, മജ്ജദനി അബ്ദി, എൻ്റെ മഹത്വം എൻ്റെ അടിമ അംഗീകരിച്ചു കഴിഞ്ഞു. ഇവിടുന്ന് മാത്രമല്ല, അവൻ കാണാത്ത, അവൻ ചെല്ലാൻ പോകുന്ന പരലോകത്തും പരമാധികാരി ഞാനായിരിക്കുമെന്ന എൻ്റെ ആ മജ്ജദ്, എൻ്റെ ആ മഹത്വം എൻ്റെ അടിമ മജ്ജദനി അബ്ദി, എൻ്റെ അടിമ എന്നെ അംഗീകരിച്ചു കഴിഞ്ഞു. അപ്പം ഇതൊക്കെ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് കൊടുക്കുകയാണ് അള്ളാഹുവിന്. എന്നിട്ടോ ഇയ്യാക നഅ്ബുദു, അങ്ങനെയുള്ള സ്തുതിക്കർഹനായ, പ്രശംസിക്കപ്പെടേണ്ടവനായ, മഹത്തായ വിശേഷണങ്ങളുള്ള, പുകഴ്ത്തപ്പെടേണ്ടവനായ, പരലോകത്തിൻ്റെ കൂടെ ഉടമയായ അള്ളാഹുവേ ഇയ്യാക നഅ്ബുദു, ഞങ്ങളിൽ നിന്നുള്ള പ്രാർത്ഥന, ഞങ്ങളുടെ തേട്ടം, ഞങ്ങളുടെ പരമമായ വിനയം, ഇബാദത്ത്, അത് നിന്നോട് മാത്രമേ ഞങ്ങൾ ചെയ്യുള്ളൂ. ഞങ്ങൾക്ക് വേറെ ആർക്കും ഞങ്ങൾക്ക് ഇബാദത്ത് ചെയ്യാൻ പറ്റുന്ന അർഹനായിട്ട് ആരുമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥമാണ് ഇയ്യാക നഅ്ബുദു. ഇബാദത്ത് ചെയ്യാൻ അർഹനായി എല്ലാവരാലും സ്തുതിക്കപ്പെടേണ്ട പരമകാരുണികനായ പരലോകത്തിൻ്റെയും പരമാധികാരിയായ പടച്ചവനെ, നിന്നെ മാത്രമാണ് ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നത്. എന്നിട്ട് ബാക്കി വ ഇയ്യാക നസ്തഈൻ, അതൊക്കെ കൊടുത്തിട്ട് ഇയ്യാക നഅ്ബുദു വരെ അള്ളാഹ്ക്ക് കൊടുത്തിട്ട് അതിൻ്റെ പകുതി, ആ ആയത്തിൻ്റെ പകുതി അള്ളാഹ്ക്ക്, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, പടച്ചവനെ നിന്നോട് ഞങ്ങൾ സഹായം തേടുന്നു. അവിടെ നിങ്ങളുടെ പകുതി നമ്മൾ ഇങ്ങോട്ട് വാങ്ങുകയാണ്. ഇതുവരെ അങ്ങോട്ട് കൊടുത്ത് ബാക്കി ഇങ്ങോട്ട് ഇയ്യാക, ഫാത്തിഹ ഒരു പ്രാർത്ഥനയാണല്ലോ. ഇയ്യാക നസ്തഈൻ, അള്ളാഹുവേ നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു. ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, എന്തിനാ സഹായം? ഞങ്ങളെ നേരെയുള്ള മാർഗത്തിൽ ചേർക്കണം, അതിനാ സഹായം. ഒരു നേരെ ചൊവ്വയുള്ള മാർഗത്തിൽ ചേർക്കണം. അതായത് നീ നിൻ്റെ അമ്പിയാക്കളും സാലിഹീങ്ങളുമായിട്ടുള്ള സിറാത്തല്ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ച അമ്പിയാക്കളുടെ ഉലൈക്കല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ, നബിമാർ, സിദ്ദീഖുമാർ, അവരംഗീകരിച്ച സത്യസന്ധന്മാരായ നബിമാരുടെ അനുയായികൾ, അതുപോലെ രക്തസാക്ഷികൾ, അതുപോലെ പ്രവാചകന്മാരെ പിന്തുടർന്ന് ജീവിച്ച നല്ലവരായ ആളുകൾ, അവരാണ് അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവർ എന്ന് പറയുന്നത്. അവരെ കൂട്ടത്തിൽ എന്നെ നീ ചേർക്കാനുള്ള സഹായമാണ് ഞാൻ ചോദിക്കുന്നത്. എന്നാൽ വൈരിൽ മഗ്ലൂബി അലൈഹിം, അള്ളാഹുവിൻ്റെ കോപത്തിന് വിധേയമായ ധിക്കാരികളുണ്ട് ഇവിടെ. വേദഗ്രന്ഥം കിട്ടിയിട്ടും അമ്പിയാക്കന്മാരെ മനസ്സിലാക്കിയിട്ടും ശരി ഇന്നതാണെന്ന് ബോധ്യപ്പെട്ടിട്ടും ആ ശരി അനുസരിച്ച് ചെയ്യാതെ ധിക്കാരത്തോടുകൂടി നടക്കുന്ന, നിൻ്റെ കോപത്തിന് വലബിന് വിധേയമായ ആളുകളുണ്ട്. അവരെ മാർഗത്തിൽ ഞങ്ങൾ ഇനി ചേർക്കരുത്. അവർ നിസ്കരിക്കുന്നുണ്ടാവും, അവർ ആരാധനാകർമ്മങ്ങൾ നടത്തുന്നുണ്ടാകും, നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും, പക്ഷേ ധിക്കാരികളാണ്, അവരുടെ മനസ്സ് ശുദ്ധമല്ല, അവരെ കൂട്ടത്തിൽ ചേർക്കണ്ട. വലല്ലാലീൻ, നിൻ്റെ മാർഗത്തിൽ നിന്ന് പിഴച്ചുപോയ, വഴിതെറ്റിപ്പോയിക്കൊണ്ട് അന്ധവിശ്വാസികളും അനാചാരങ്ങളും ചെയ്തുകൊണ്ട് ജീവിക്കുന്ന ആളുകളെ കൂട്ടത്തിലും ചേർക്കരുതേ. അപ്പോൾ നോക്കുകളെ, അല്ലാഹു തആല പറയും അത്രേ, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് നമ്മൾ ഓരോരുത്തരും, അല്ലെങ്കിൽ ലോകത്തുള്ള എല്ലാ നിസ്കരിക്കുന്ന ആളുകളും അത് ചെല്ലുമ്പോൾ അല്ലാഹു തആലാൻ്റെ പ്രതികരണം എന്താണ്? ഹാദാ ബൈനി വ ബൈന അബ്ദി. ഇപ്പം എൻ്റെ അടിമ പറഞ്ഞ ഈ വാക്കുണ്ടല്ലോ, അത് എൻ്റെയും എൻ്റെ അടിമയുടെയും ഇടയിൽ പകുതിയും പകുതിയാണ്. ഇയ്യാക നഅ്ബുദു, ഞാൻ എന്നെ ആരാധിക്കുന്നു എന്നുള്ള ആരാധനമായി എനിക്ക് തന്നു. വ ഇയ്യാക നസ്തഈൻ, നിന്നെ ഞാൻ സഹായം തേടുന്നു, ആ സഹായം ഞാൻ മോന് കൊടുക്കും. ഹാദാ ബൈനി വ ബൈന അബ്ദി നിസ്ഫൈൻ. ഇനി അവിടുന്ന് അങ്ങോട്ടുള്ള തേട്ടങ്ങളായി ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം ഒക്കെ പ്രാർത്ഥനയാണ്. ഇയ്യാക നസ്തഈൻ മുതൽ താഴെ അവസാനം വരെ വലല്ലാലീൻ വരെ ദുആയാണ്. അവിടുന്ന് ഇങ്ങോട്ട് വാങ്ങുകയാണ്, ഇവിടുന്ന് അങ്ങോട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളെ ജീവിതം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, കുറച്ച് അങ്ങോട്ട് പിന്നെ ബാക്കി ഇങ്ങോട്ട്. ആ ഇങ്ങോട്ട് കൊടുക്കുന്നതാണ് യഥാർത്ഥത്തിൽ ദുആ എന്ന് പറയുന്നത്. ആ ദുആ
അള്ളാഹു താല പറയുകയാണ് ദുആഉ ഇബാദത്തുൻ, ഇബാദത്താണ്. പടച്ചോനെ രക്ഷിക്കണേ, അതൊരു ഇബാദത്ത്. ഇബാദത്തിന് നമ്മൾ പള്ളിയിൽ മാത്രം വന്നാൽ കിട്ടേണ്ടത് മാത്രമല്ല. പടച്ചോനെ എൻ്റെ ഉമ്മാനെ എൻ്റെ ഉപ്പാനെ അല്ലെങ്കിൽ എൻ്റെ മക്കളൊക്കെ നീ രക്ഷപ്പെടുത്തണേ. കുട്ടികളൊക്കെ പരീക്ഷൻ്റെ കാലമാണ്, ഒക്കെ നന്നായിട്ട് അള്ളാഹുവെ ഓൽക്ക് നല്ല ഓർമ്മ കൊടുക്കണേ. അതൊക്കെ അള്ളാഹുവിനോട് നമ്മൾ അറിയാതെ ചോദിക്കേണ്ട അനൗപചാരികമായ ദുആകളാണ്. അതൊക്കെ ഇബാദത്താണ്. നമ്മൾ ജീവിതത്തിലൊക്കെ ഇബാദത്താണ്. എന്ത് വേണം, അള്ളാഹുവിനെ പറ്റിയുള്ള ഓർമ്മയോടുകൂടി നമ്മൾ എന്തു ചെയ്യുന്നതും ഇബാദത്താണ്. ഫീ ഇംറഅതിക. നബി ഇബാദത്തിൻ്റെ വലിപ്പം ഇങ്ങനെ പറഞ്ഞു ഇബാദത്ത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പള്ളിക്കലിരുന്ന് ഒതുണ്ടാക്കി അങ്ങനെയൊക്കെ കൂടി ആ ചിട്ടവട്ടങ്ങളൊന്നും വേണമെന്നില്ല ഇബാദത്തിന്. ഫീ ഇംറഅതിക. വൈകുന്നേരം വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു റൊട്ടിയേറ്റ് പോവുകയാണ്. എന്തിനാ? ഞാനും പെണ്ണുങ്ങളേ ഉള്ളൂ, ഭാര്യയേ ഉള്ളൂ, എന്നാൽ ഞങ്ങൾക്ക് ഈ റൊട്ടി എന്നാ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പലഹാരം ഇട്ട് പോകുന്നു. നിൻ്റെ ഭാര്യയുടെ വായിൽ നീ വെച്ചു കൊടുക്കുന്ന ആ ഒരു കഷ്ണം, അപ്പക്കഷ്ണം പോലും ഇബാദത്താണ് ആ ചെയ്യുന്നത്. ഭാര്യയുടെ വായിൽ വെച്ച് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആ ഒരു സ്നേഹത്തിൻ്റെ പദമാണ് നബിയ പറഞ്ഞത്. അതായത് ഭാര്യയ്ക്ക് നമ്മൾ തിന്നാൻ കൊടുക്കുന്നത് വരെ ഇബാദത്താണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രാർത്ഥന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു വചനം, അക്രമു ലൈസ ഷൈഉൻ അക്രമു അലല്ലാഹി തആല മിനദ് ദുആ. പ്രാർത്ഥനയോളം അള്ളാഹ്ക്ക് ഏറ്റവും ആദരവുള്ള വേറൊരു പണിയില്ല, പ്രവർത്തനം ഇഷ്ടമല്ല. അള്ളാഹ് ആദരിക്കുന്ന ഒരു കാര്യമാണ് പ്രാർത്ഥന. അക്രമാണ്. ലൈസ ഷൈഉൻ അക്രമു അലല്ലാഹി തആല. അള്ളാഹു ആദരവോടുകൂടി കാണുന്ന ഒരു വസ്തുവുമില്ല മിനദ് ദുആ, ഈ പ്രാർത്ഥനയേക്കാൾ. ഇല്ലം യദു, അവൻ പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിൽ യഗ്ളിബ്. അല്ലാഹു തആല അതാണ് മൻ ലം യസ്അലില്ലാഹ യഗ്ളിബ് അലൈഹില്ല. അള്ളാഹുവിനോട് ആരെങ്കിലും പ്രാർത്ഥിക്കണില്ലെങ്കിൽ അള്ളാഹു അവനോട് കോപ്പിക്കുമെന്നാണ്. ഞാൻ ആദ്യം ഓതി വെച്ച ആയത്തിൻ്റെ അർത്ഥവും അതാണ്. ഖുൽ മാ യഅ്ബഉ ബിക്കും റബ്ബി. പറഞ്ഞു കൊടുക്കണം നബി, അവർക്ക് നീ മനസ്സിലാക്കി കൊടുക്കണം അള്ളാഹുമായിട്ടുള്ള ബന്ധം എന്താണ്. മാ യഅ്ബഉ ബിക്കും റബ്ബി, എൻ്റെ റബ്ബ് നിങ്ങളെ തിരിഞ്ഞു നോക്കൂല, നിങ്ങളെ പരിഗണിക്കൂല, ലവലേശം പോലും നിങ്ങളെ പരിഗണിക്കൂല. ലൗലാ ദുആഉക്കും, നിങ്ങൾ എന്നോട് ദുആ ചെയ്യണില്ലെങ്കിൽ. ചോദിക്കണം നമ്മൾ അള്ളാഹുവിനോട്. നമ്മൾ കുറേ അമല് ചെയ്തിട്ടാണ് പോവില്ല, നമ്മൾ ആ ചോദിക്കണം. എങ്ങനെയാണ് ആ ചോദ്യം? ആ ചോദ്യമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു തന്നിട്ടുണ്ട്. ചോദിക്കണം നമ്മൾ അള്ളാഹുവിനോട്, നിരന്തരമായിട്ട് ചോദിക്കണം. ചോദിച്ചിട്ടില്ലെങ്കിൽ മല്ലം യസ്അലില്ലാ, അള്ളാഹുവേ എനിക്ക് ഇന്നത് തരണം, അത് ആവർത്തിച്ച് ചോദിച്ചെങ്കിലേ അള്ളാഹ് തരുകയുള്ളൂ. അതാണ് എല്ലാത്തിൻ്റെയും മേലെ ദുആ. എന്ത് അമലിന് ഇബ്രാഹിം നബി ഇത്രയൊക്കെ പണിയെടുത്തിട്ട് അവസാനം ദുആ ചെയ്തിട്ടാണ് അള്ളാഹുവിൻ്റെ മുമ്പിൽ കഅബ സമർപ്പിക്കുന്നത്. അപ്പം നമ്മളെ എല്ലാ സന്ദർഭത്തിലും, അതാണ് നമ്മളെ നിസ്കാരമൊക്കെ നോക്കി നിങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ ദുആൻ്റെ ഒരു പ്രാധാന്യം എത്രയാണ്. രാവിലെ എഴുന്നേറ്റത് മുതൽ, വീട്ടിൽ നിന്നാണ്ട് ഇറങ്ങുന്നത് മുതൽ, വാഹനത്തിൽ കയറുമ്പോൾ, ബാത്റൂമിലേക്ക് കയറുമ്പോൾ, അവിടെ നിന്ന് കണ്ട് ഇറങ്ങുമ്പോൾ, നമ്മൾ ഒളുടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്നാണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ, പിന്നെ വാഹനത്തിൽ കയറുമ്പോൾ, എല്ലാം. രാത്രി ഭാര്യയെ സമീപിക്കുമ്പോൾ പോലും ദുആ ഇല്ലേ നമുക്ക്? ഭാര്യയെ സമീപിക്കുമ്പോൾ പോലും അതൊരു മൃഗീയമായ വികാരമല്ല, പ്രാർത്ഥിച്ചിട്ടാണ്. അല്ലാഹുമ്മ ഇനി അസ്അലുക ഖൈറ, ആ ഖൈറ് ചോദിച്ചുകൊണ്ടാണ് നമ്മൾ അള്ളാഹുവിനോട് ആ ഒരു പ്രവൃത്തിയിലേക്ക് വരെ നമ്മൾ തിരിയുന്നത്. അപ്പോൾ ദുആ ഇല്ലാത്ത ഒരു ജീവിതം ഒരു വിശ്വാസിക്കില്ല. അപ്പോൾ എപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ കൈക്കോട്ടുത്തുകയാണെങ്കിലും അധ്വാനിക്കുകയാണെങ്കിലും, പടച്ചോനെ ഇതുകൊണ്ട് എനിക്ക് കിട്ടുന്ന എൻ്റെ മക്കളെ പോറ്റാൻ വേണ്ടിയാണ്, ആ ഒരു പ്രാർത്ഥനയുടെ മനസ്സതിന് പ്രത്യേക വാക്കൊന്നുമില്ല, ഔപചാരികതകളില്ല. ഒരു പ്രാർത്ഥനയുടെ മനസ്സോടുകൂടി നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ആ പ്രാർത്ഥിക്കുന്ന ആളിന് അല്ലാഹു തആല ചോദിക്കുന്ന അവന് അല്ലാഹു തആല കൊടുക്കും, ഇങ്ങോട്ട് തിരിച്ചു കൊടുക്കും. നേരെ മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അജ്സുന്നാസി മൻ അജസ അനി ദുആഇ. മനുഷ്യരിൽ വെച്ച് ഏറ്റവും ദുർബലൻ പ്രാർത്ഥിക്കാത്ത മനുഷ്യന്മാരാണ് ഏറ്റവും ദുർബലൻ. അബ്ഖലുന്നാസി മൻ ബഖില ബിസ്സലാം. ഒരാളെ കാണുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് പറയാത്തവൻ ബഖീലാണ്, പിശുക്കനാണെന്നും. പടച്ചവനോട് പ്രാർത്ഥിക്കാത്തവൻ
ശരിക്കും ഏറ്റവും ദുർബലനാണ് എന്നുമാണ് ഇബ്നു അബ്ബാൻ സഹിയാക്കിയ ഒരു ഹദീസിൽ നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മൻ ഫതഹല്ലാഹു മിൻകും ബാബദ്ദുആ, നിങ്ങളിൽ ആരെങ്കിലും പ്രാർത്ഥനയാകുന്ന വാതിൽ തുറന്നു വെച്ചാൽ, എല്ലാത്തിനും ഒരു പ്രാർത്ഥന, നമുക്ക് എല്ലിനും ഒരു പ്രാർത്ഥന ഉണ്ടല്ലോ, എല്ലിനും ഒരു ബിസ്മി ചൊല്ലൽ യഥാർത്ഥത്തിൽ ഒരു പ്രാർത്ഥനയാണ്. അള്ളാഹുവിൻ്റെ നാമത്തിലാണ് പഠിച്ചുകൊണ്ട് ഞാൻ ആരംഭിക്കുന്നത്, നിൻ്റെ സഹായം എനിക്ക് വേണമെന്നാണ് പ്രാർത്ഥന. ഒരു മുറുക്ക് വെള്ളം കുടിച്ചാൽ, ഒരു മിഠായി തിന്നാൽ അൽഹംദുലില്ലാഹ് നമ്മൾ ചെല്ലണം. അതൊരു ഭക്ഷണമല്ലെങ്കിൽ പോലും അതൊരു പ്രാർത്ഥനയുടെ വശം അവിടെ ഉണ്ട്. അപ്പം അങ്ങനെ ജീവിതത്തിൻ്റെ ഓരോ കാര്യത്തിലും അതൊന്നും ഒരു ചെലവുമില്ലല്ലോ. നിസ്കരിക്കാൻ വരാണെങ്കിൽ ഇങ്ങോട്ട് നടന്നു വരണം, അല്ലെങ്കിൽ വണ്ടിയിൽ വരണം, ഇവിടെ കയറണം, ഒരുപാട് പണിയില്ലേ. എന്നാൽ എല്ലാ കാര്യത്തിലും അള്ളാഹുവിങ്കൽ നിന്നൊരു രക്ഷ, ഒരു സമാധാനവും ഒരു നന്മയും തേടിക്കൊണ്ടുള്ള നമ്മുടെ ഓരോ പ്രവർത്തനം, അതാണ് നബി പറയുന്നത്, നിങ്ങളിൽ പ്രാർത്ഥനയുടെ വാതിൽ തുറന്നു വെച്ചാൽ, അതായത് നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിനും ഒരു പ്രാർത്ഥന നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഫതഹ്തു ലഹു അബ്വാബർ റഹ്മത്തി, എൻ്റെ കാരുണ്യത്തിൻ്റെ വാതിൽ അങ്ങോട്ട് തുറന്നു തരും. അപ്പം നിങ്ങളെന്തെങ്കിലും ചെയ്യുക എന്നുള്ളതല്ല, ആ ചെയ്യേണ്ട ഉള്ളിൽ ആ ചെയ്യുമ്പോൾ നമ്മുടെ പ്രവർത്തനത്തിൽ ഓരോരുത്തരും, ഒരു ഉദ്യോഗസ്ഥനാവട്ടെ, തൊഴിലാളിയാവട്ടെ, കച്ചവടക്കാരനാവട്ടെ, ഇതിലൊക്കെ ഒരു പ്രാർത്ഥനാനിരതമായ മനസ്സോടുകൂടിയാണ് നമ്മുടെ ജീവിതം. അതൊന്നും ആരും കാണേണ്ടതല്ലല്ലോ, നമ്മുടെ മനസ്സിൻ്റെ ഒരു ശുദ്ധിയാണ് ഉണ്ടെങ്കിൽ. അങ്ങനെയാണെങ്കിൽ ഫതഹ്തു ലഹു അബ്വാബർ റഹ്മ, റഹ്മത്തിൻ്റെ ആ വാതിൽ ഞാൻ അവനും തുറന്നു കൊടുക്കും. അപ്പോൾ എപ്പോഴും അള്ളാഹുവിൻ്റെ റഹ്മത്ത് നമ്മളങ്ങനെ നമ്മുടെ മനസ്സിൽ പ്രാർത്ഥന അങ്ങോട്ട് കയറ്റും തോറും അള്ളാഹ് റഹ്മത്ത് ഇങ്ങനെ ഇറക്കിക്കൊണ്ടേയിരിക്കും. നോക്കൂ, എന്നിട്ട് നബി പറയാണ്, ഇന്ന ദുആ യംഫഉ, നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾക്ക് ഉപകരിക്കും. നിങ്ങൾക്ക് പടച്ചോനെ നമ്മൾ പ്രാർത്ഥിക്കേണ്ട കാര്യമില്ലല്ലോ, പടച്ചോന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണ്ട, നേരെ മറിച്ച് നമ്മൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി, നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി, നമ്മുടെ കുടുംബത്തിന് വേണ്ടി, നാട്ടിന് വേണ്ടി ഒക്കെ നമ്മൾ പ്രാർത്ഥിക്കണം, നമ്മുടെ ഗുരുനാഥന്മാർക്ക് വേണ്ടി. ആ പ്രാർത്ഥനയാണ് പറയുന്നത് ഇന്ന ദുആ യംഫഉ, അത് ഉപകരിക്കും. മിമ്മാ നസല, നിങ്ങൾക്ക് വന്നു ഭവിച്ചിട്ടുള്ള എന്തെങ്കിലും പ്രയാസങ്ങൾ, അത് രോഗമാവട്ടെ, മറ്റു സാമ്പത്തിക പ്രയാസങ്ങളാവട്ടെ, രാജ്യത്ത് വരുന്ന പ്രയാസങ്ങളാവട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിനുണ്ടാകുന്ന പ്രയാസങ്ങളാവട്ടെ, ഇതിനൊക്കെ ഉപകരിക്കും നിങ്ങളുടെ പ്രാർത്ഥന. യംഫഉ മിമ്മാ നസൽ, നമുക്ക് വന്നു പെട്ടതും, വമിമ്മാ ലം യൻസിൽ, ഇനി വന്നിട്ടില്ലാത്ത, നമുക്ക് വരാനുള്ള എന്നാൽ ഇതുവരെ വന്നിട്ടില്ലാത്ത പ്രയാസങ്ങൾക്കും പ്രാർത്ഥന ഉപകരിക്കും. ആ പറഞ്ഞതിൻ്റെ അർത്ഥം നബി മറ്റൊരു വാക്കിൽ കൂടി പറഞ്ഞിട്ടുണ്ട്, ലാ യറുദ്ദുൽ ഖലാഅ ഇല്ല ദുആ, വന്നിട്ടില്ലാത്തത് അല്ലാഹു തആല ഉപകാരം ചെയ്യുമെന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥന കൊണ്ട് നമുക്ക് വന്നിട്ടില്ലാത്ത വരാനിരിക്കുന്ന അപകടങ്ങളിൽ നിന്നും ദോഷങ്ങളിൽ നിന്നും രക്ഷ നൽകുന്നുള്ളതിനെ നബി മറ്റൊരു വാക്കിൽ പറഞ്ഞത് ലാ യറുദ്ദുൽ ഖലാഅ ഇല്ല ദുആ, അള്ളാഹുവിൻ്റെ തീരുമാനം, അള്ളാഹുവിനോടുള്ള ദുആ കൊണ്ട് നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ. അള്ളാഹിൻ്റെ വിധി മാറ്റാൻ നമുക്ക് കഴിയില്ല, അത് രേഖയാണ്. പക്ഷെ ആ വിധി അള്ളാഹ് തന്നെ മാറ്റാൻ കഴിയുള്ളൂ. അള്ളയാണല്ലോ വിധിച്ചവൻ. അള്ളാഹ് തന്നെ ആ വിധി മാറ്റണമെങ്കിൽ അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയ്ക്ക് സാധിക്കുന്ന, പ്രാർത്ഥനൻ്റെ ശക്തിയാണത്. പടച്ചോൻ തീരുമാനിച്ചുറച്ച നമുക്ക് വരാനിരിക്കുന്ന എന്തെങ്കിലും ദുരിതങ്ങളോ കഷ്ടപ്പാടുകളോ ബുദ്ധിമുട്ടുകളോ അതിനെ അല്ലാഹു തആല വേണ്ടെന്ന് വെക്കണമെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥന കൊണ്ട് വരാനിരിക്കുന്ന അപകടങ്ങളിൽ നിന്നും ഉപകാരം ചെയ്യുള്ളൂ. അതുകൊണ്ട് നബി പറയാണ്, തുർമുദി ഉദ്ധരിച്ചതും സഹിയായ ഹദീസാണ്, കുറ്റമറ്റ ഹദീസാണ്, ഫഅലൈക്കും ഇബാദല്ലാഹി ബിദ്ദുആ. നബി പറയാം, അതുകൊണ്ട് വന്നതിൽ നിന്നും വരാനിരിക്കുന്നതിൽ നിന്നും ഒക്കെ രക്ഷ കിട്ടുന്ന, നിങ്ങൾ എപ്പോഴും പ്രാർത്ഥനാനിരതമായ മനസ്സുണ്ടെങ്കിൽ ആ ഒരു മനസ്സ് അള്ളാഹുവിങ്കലേക്ക് പ്രാർത്ഥനൻ്റെ വാതിൽ നിങ്ങൾ തുറന്നാൽ അള്ളാഹ് റഹ്മത്തിൻ്റെ കവാടം നിങ്ങൾക്ക് തുറന്നു തരും. എന്നിട്ട് നബി അവസാനിപ്പിക്കുന്നത് എന്താ, ഫഅലൈക്കും ഇബാദല്ലാഹ്, അതുകൊണ്ട് അള്ളാഹുവിൻ്റെ അടിമകളെ ബിദ്ദുആ, നിർബന്ധമായും നിങ്ങളുടെ ജീവിതത്തിൽ ദുആ നിങ്ങൾ മുറുകെ പിടിക്കണം. എല്ലാ കാര്യത്തിലും ദുആ വേണം. അപ്പോൾ നമുക്ക് തോന്നും, നബി എന്നെ പറഞ്ഞിട്ടുണ്ട്,
നിങ്ങളങ്ങനെ ദുആ ചെയ്യുമ്പോൾ എത്ര ദുആ ചെയ്തു, ധൃതി കൂട്ടാൻ പാടില്ല. ഇസ്തജാബു നബി പറഞ്ഞു, ധൃതി പ്രാർത്ഥന. സഹാബിമാരൊക്കെ വളരെ കഷ്ടപ്പെട്ട് ജീവിച്ചിരുന്ന ആളുകളാണല്ലോ, അവരോടല്ലേ ഈ പറയുന്നത്, നിങ്ങൾ ദുആയിരക്ക് അലൈക്കും ഇബാറല്ലാ ബിദ്വാ, നിങ്ങൾ ദ്വാരുന്നോളി, വരാനുള്ളതും വന്നതും അള്ളാഹു താല ശമിപ്പിക്കും, രക്ഷ നൽകും, അതുകൊണ്ട് നിങ്ങൾ ദ്വാ ചെയ്തോളി എന്ന് പറയുമ്പോൾ സഹാബിമാർ നബിയുടെ കണ്ണുക്ക് നോക്കുന്നുണ്ട്, പഠിച്ചോനെ ദാരിദ്ര്യത്തിലാണ് ഞങ്ങൾ, എന്താ ആവാത്ത, ഞങ്ങൾ എത്ര ദ്വാ ചെയ്തു എന്നുള്ളത്. നബി പറഞ്ഞു, ഇസ്തജാബുലിൽ അബ്ദി മാലം യസ്തഅജിൽ, എല്ലാ അടിമക്കും ഇജാബത്ത് കിട്ടും, ദ്വാക്ക് ഉത്തരം കിട്ടും. മാലം യസ്തഅജിൽ, ധൃതി കൂട്ടരുത്. നമ്മളാണ് ചോദിച്ചേക്കാനെ കിട്ടണം എന്നൊന്നും നമ്മൾ പറയാൻ പറ്റില്ല. ചിലപ്പോൾ കിട്ടിയെന്ന് വരും, ചിലപ്പോൾ കിട്ടിയെന്ന് വരും, ചോദിച്ച ഉടൻ തന്നെ രക്ഷ കിട്ടി എന്ന് വരും, ചിലപ്പോൾ കിട്ടണം എന്നില്ല. അയ്യൂബ് നബി അലൈഹി സ്വലാമിൻ്റെ പ്രാർത്ഥന 18 കൊല്ലം നീണ്ടു നിന്നു എന്നാണ് ചരിത്രത്തിൽ. പല ചരിത്ര അഭിപ്രായ രൂപങ്ങളും ഉണ്ടെങ്കിലും പറയപ്പെടുന്നത് 18 കൊല്ലം ദുആ ചെയ്തിരുന്നു അയ്യൂബ് നബി അലൈഹി സ്വലാം. അയ്യൂബ ഇദ്നാദ റബ്ബഹു അന്നീ മസനിയല്ലുർ, 18 വർഷം രോഗത്തിൽ കിടന്ന് ദുരിതമനുഭവിച്ച്, ദാരിദ്ര്യം ഒരു ഭാഗത്ത്, രോഗം, ശരീരത്തിൽ നിന്ന് മാംസങ്ങൾ അങ്ങനെ ഉതിർന്നു വീഴുന്ന അത്ര മാരകമായ രോഗമുണ്ടായിട്ട് നാട്ടുകാരെല്ലാവരും കൂടി അയ്യൂബിനെ ജനവാസമില്ലാത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോയി ആക്കി. ആ ശരീരത്തിൻ്റെ വൈകല്യം കാണാൻ കഴിയാഞ്ഞിട്ട് അത്ര ദുആ ചെയ്തു. പക്ഷേ അയ്യൂബ് നബി അലൈഹി സ്വലാമിന് അല്ലാഹു തആല അവസാനം എന്താ സംഭവിച്ചത്? അയ്യൂബ ഇദ്നാദാ റബ്ബഹു അന്നീ മസ്സനിയല്ലുറു അൻത അർഹമുർ റാഹിമീൻ. ആ പ്രാർത്ഥന അങ്ങനെ നൽകിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം. പഠിച്ചവനെ, ബുദ്ധിമുട്ട് എന്നെ ബാധിച്ചു, വ അൻത അർഹമുർ റാഹിമീൻ, കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും വലിയ കരുണാനിധിയാണല്ലോ അള്ളാഹുവേ നീ. അതങ്ങനെയാണ് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയ്ക്ക് കുറച്ചും കൂടിയും ഒരു ഊക്ക് കിട്ടിയത് അദ്ദേഹത്തിൻ്റെ ഭാര്യ ദാരിദ്ര്യം കൊണ്ട് മുടി വെട്ടി വിറ്റിരിക്കുന്നു എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടപ്പോഴാണ്. അയ്യൂബ് നബി അലൈഹി സ്വലാമിൻ്റെ ചെറുപ്പകാലമാണ്. ഭാര്യ ചെറുപ്പക്കാരിയായിരുന്നു, നല്ല ആരോഗ്യമുള്ള സ്ത്രീയായിരുന്നു, സൗന്ദര്യമുള്ള സ്ത്രീയായിരുന്നു എന്നൊക്കെ ചരിത്രത്തിലുണ്ട്. അവസാനം അയ്യൂബ് നബിക്ക് തീറ്റിപ്പോറ്റാൻ വേണ്ടി, മരുന്നിനും തീറ്റിപ്പോറ്റാൻ വേണ്ടി പണമില്ലാഞ്ഞിട്ട് ദാരിദ്ര്യം കൊണ്ട് മുടി, സ്വന്തം ഭാര്യയുടെ മുടി ആ ചെറുപ്പക്കാരി മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് വെട്ടിയെടുത്ത് വിറ്റ്, ആ മുടിയുടെ വില കൊണ്ടാണ്, ശരീരത്തിൻ്റെ ഒരു ഭാഗം വിറ്റിട്ട് അതുകൊണ്ടാണ് എന്നെ തീറ്റിപ്പോറ്റുന്നത് എന്നുകൂടി അയ്യൂബ് നബിക്ക് ബോധ്യമായി. ഒരിക്കൽ അയ്യൂബ് നബിയുടെ അടുക്കൽ ഭാര്യ പരിചരിക്കുമ്പോൾ തലയിൽ നിന്ന് തട്ടം മാറാനിടയായി. അപ്പോൾ പെട്ടെന്ന് മുടിയൊക്കെ വടിച്ചതായി കണ്ടു. അപ്പോഴാണ് അത് വിറ്റതാണെന്ന് അദ്ദേഹം അറിയുന്നത്. അപ്പോൾ ഈ ദാരിദ്ര്യത്തിൻ്റെ കൊടും വേദനയും ശരീരത്തിൻ്റെ മുറിവുകളും കൂടിയുള്ള 2 വേദനകൾ കൂട്ടിമുട്ടിയപ്പോൾ മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്ന് അയ്യൂബ് നബി അലൈഹി സ്വലാമിന് വന്ന ആ പ്രാർത്ഥനയാണ് അന്നീ മസ്സനിയല്ലുറു, പഠിച്ചവനെ ഇപ്പോൾ എന്നെ ബുദ്ധിമുട്ട് ബാധിച്ചിരിക്കുന്നു, വ അൻത അർഹമുർ റാഹിമീൻ. ആ പ്രാർത്ഥന അങ്ങോട്ട് ചെന്നപ്പോൾ അത് നേരെ മുകളിൽ ചെന്ന് മുട്ടി. ഫസ്തജബ്നാ ലഹു, ഉത്തരം നൽകി ഞാൻ. വാസ്ലാഹിനാ ലഹു ദുരിയത്തു, പിന്നെ മക്കളുണ്ടായി, പിന്നെ ആ ഭാര്യയിൽ മക്കളുണ്ടായി, പിന്നെ സമ്പത്ത് അദ്ദേഹത്തിന് തിരിച്ചു കിട്ടി. പ്രവാചകനായി, രാജാവും പ്രവാചകനും കൂടിയായ സുലൈമാൻ നബിയുടെ സുലൈമാൻ നബിക്ക് മുമ്പുള്ള ഒരു പ്രവാചകനായിട്ട് അദ്ദേഹം മാറി അയ്യൂബ് നബി അലൈഹി സ്വലാം. അപ്പോൾ പ്രാർത്ഥനയാണ് ഫഅലൈക്കും ഇബാറല്ലാ ബിദ്വാ, അടിമകൾ നിങ്ങൾ ദുആ ചെയ്യണം. പക്ഷെ നിരാശരാവരുത്. ചിലപ്പോൾ നമ്മൾക്ക് രോഗമുണ്ടായി മാറണില്ല എന്ന് വന്നേക്കാം. ഇസ്തജാബുലിൽ അബ്ദി മാലം യസ്തഅജിൽ, ധൃതി കൂട്ടാതിരിക്കുന്ന കാലത്തോളം അള്ളാഹുവിൻ്റെ ഇജാബത്ത് കിട്ടും. അള്ളാഹ്ക്ക് ഇജാബത്ത് വേണോ വേണ്ടേ എന്നത് അത് നമുക്ക് അള്ളാഹുവിനറിയാം. ഞാൻ പ്രാർത്ഥിച്ച ഉടൻ തന്നെ കൊടുക്കണോ, അല്ല കുറച്ച് കഴിഞ്ഞിട്ട് കൊടുത്താൽ മതിയോ? അള്ളാഹുവിൻ്റെ ചില നടപടികളുണ്ട്, ഒരു ഭരണപരമായ ചില നടപടികളുണ്ട്. ചിലതൊക്കെ നമ്മളങ്ങണ്ട് അപേക്ഷിച്ച ഉടൻ അതിന് മറുപടി കിട്ടും, അതിന് പരിഹാരം കിട്ടും. ചിലപ്പോൾ അത് ഫയലുകൾ നീങ്ങാൻ കുറച്ച് പണിയുണ്ടാവും. അത് നമ്മളെ ഭരണപരമായ കാര്യം നമുക്കറിയാലോ. അള്ളാഹുവിനും അങ്ങനെ ചില തീരുമാനങ്ങൾ ഉണ്ടായേക്കാം. ഏതായിരുന്നാലും നബി പറയുന്നത് നിങ്ങൾ ധൃതി കൂട്ടരുത്. എങ്ങനെയാണ് ധൃതി കൂട്ടുക എന്ന് പറയുമ്പോൾ
എന്ന് ചോദിച്ചു. മൽ ഇസ്തേജാലു യാ റസൂലല്ലാഹ്, റസൂലെ എന്നാ ഇപ്പോൾ ഈ ധൃതി കൂട്ടുക എന്ന് പറയുമ്പോൾ? അപ്പം നബി പറഞ്ഞു, യഖൂലുൽ അബ്ദുർ ഇന്നി ദഅഉതു വദഅഉതു വദഅഉതു. ചില ആളുകൾ ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ എത്ര ദുആ എത്ര കാലമായി ദുആയിട്ട്, കൊല്ലങ്ങളായി ഞാൻ ദുആ ചെയ്തുകൊണ്ടേ ഇരിക്കല്ലേ, ഫലം ഇസ്തജബലി, എനിക്ക് ഇതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല, ഞാൻ ആ കുടുക്ക് തന്നെയാണ് എന്ന് പറയുന്ന ചില ആളുകളുണ്ട്. എന്നിട്ടോ ഫയദഉ ദുആ, അവൻ ദുആ കണ്ട് ഉപേക്ഷിക്കും. ഇനിയിപ്പോൾ പ്രാർത്ഥിക്കൽ അവിടെ കട്ടെ, കുറേ കാലമായല്ലോ, അത് നിർത്തിവെക്കും. അത് പാടില്ല. നിരന്തരമായി നിങ്ങൾ പ്രാർത്ഥിക്കണം. കാരണം അന ഇന്ദ ലന്നി അബ്ദീ ബി വ അന മഅഹു ഇദാ ദഅനി, അവൻ എന്നോട് പ്രാർത്ഥിക്കുന്ന കാലത്തോളം അവൻ്റെ ഒപ്പം ഞാനുണ്ടാവും. എൻ്റെ സഹായം അവനോട് കൂടെയുണ്ടാകും എന്നോട് പ്രാർത്ഥിക്കുമ്പോൾ. പക്ഷേ അവൻ ചോദിച്ച ഇക്കന്നെ കിട്ടാൻ അതിന് ഒരു പക്ഷേ കിട്ടിക്കൊള്ളണമെന്നില്ല, ചിലപ്പോൾ കിട്ടും. മൂസാ നബി അലൈഹി സ്വലാം ഫിറൗനത വരുന്ന പഠിച്ചോനെ എന്ത് ചെയ്യണം, മുമ്പ് കടലാണോ മുമ്പിൽ കടലാണല്ലോ, എന്ത് ചെയ്യണം, പ്രാർത്ഥിച്ചപ്പോൾ അത് സ്വിച്ച് ഓൺ ചെയ്ത പോലെ ടക്കെന്ന് പറഞ്ഞ ഉത്തരം കിട്ടി. ആ ബടിയോണ്ട് കടലിലാണ് തച്ചാളാം, അടിച്ചാളാം, അതിന് ശരിയായിക്കോളും. അത് കിട്ടി. എത്രയോ സന്ദർഭങ്ങൾ നമുക്ക് കാണാം, നമുക്കറിയാം. ചിലപ്പോൾ പ്രാർത്ഥിച്ച ഉടൻ കിട്ടുന്ന, അത് അള്ളാഹുവിൻ്റെ തീരുമാനം അതാണ്. ചിലപ്പോൾ കുറച്ച് ദീർഘിച്ചു പോകും. നമ്മളൊക്കെ ഒരു പക്ഷേ ചെറുപ്പകാലത്ത് പല കാര്യങ്ങൾക്കും പ്രാർത്ഥിച്ചതിൻ്റെ ഫലം ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്നുണ്ടാകും. ഒരു വീടില്ലാത്ത, മക്കളില്ലാതെ, ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും തൊഴിലുമില്ലാതെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലം ഇപ്പം നമ്മൾ അനുഭവിക്കുന്നുണ്ടാകും. ആ അനുഭവം പക്ഷേ അന്ന് ഞാൻ ദ്വാരുന്നതിൻ്റെ ദ്വാക്ക് ഉത്തരമാണ് എന്ന് നമുക്ക് അറിഞ്ഞുകൊള്ളണമെന്നില്ല. നമ്മൾ അനുഭവിക്കുന്ന അനുഗ്രഹങ്ങൾ ഒരുപക്ഷെ നമ്മളോ നമ്മളെ മാതാപിതാക്കളോ നമ്മുടെ ഗുരുനാഥന്മാരോ നമ്മുടെ സുഹൃത്തുക്കളോ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചതായിരിക്കാം. അപ്പോൾ നമ്മൾ പ്രാർത്ഥനയിൽ നിന്ന് പിന്മാറാൻ പാടില്ല. പക്ഷേ ചില നിബന്ധനകളുണ്ട് പ്രാർത്ഥനയ്ക്ക്. അതെന്താണ് നിബന്ധന? അള്ളാഹു തആല ഉത്തരം തരണമെങ്കിൽ അള്ളാഹുവിന് നമ്മൾ അങ്ങോട്ട് കൊടുക്കണം. തുടങ്ങി വെച്ചത് അതാണല്ലോ, നമ്മൾ അങ്ങോട്ട് കൊടുക്കണം. ഇദാ സഅലക ഇബാദി അന്നി, എൻ്റെ അടിമ എന്നെപ്പറ്റി നിന്നോട് ചോദിക്കുകയാണെങ്കിൽ ഫഇന്നി ഖരീബ്, അവനോട് പറയ് ഞാൻ തൊട്ടടുത്തുണ്ട്. എനിക്ക് അള്ളാഹുവിനൊന്ന് അറിയണം, അള്ളാഹുവിനോട് ചോദിക്കാണ്ട്. അള്ളാഹു എവിടെയാണ് എന്നൊരു അയറാബി ഒന്ന് ചോദിച്ചു. എനിക്ക് അള്ളാഹുവിൽ ഞാൻ വിശ്വസിക്കണമെങ്കിൽ, എനിക്ക് അള്ളാഹു എല്ലാം തരുന്നുണ്ടെങ്കിൽ എവിടെ അള്ളാഹു? അപ്പോൾ അള്ളാഹു തആല മറുപടി പറയാണ്, ഇദാ സഅലക ഇബാദി അന്നി, എൻ്റെ അടിമകൾ എന്നെപ്പറ്റി ചോദിക്കുകയാണെങ്കിൽ നീ അവരോട് പറയും ഫഇന്നി ഖരീബ്, ഞാൻ അവൻ്റെ അടുത്തുണ്ട്. ഉജീബു ദഅവത്ത ദാഇ, പ്രാർത്ഥിക്കുന്നവൻ ആരാണെങ്കിലും ഞാൻ ഉത്തരം ചെയ്യും. ഇതാ ദായനി, എന്നോട് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കാതെ ഇങ്ങനെ മുണ്ടാറാടുന്നാൽ ഉത്തരം കിട്ടൂല. പ്രാർത്ഥിക്കണം. ഇതാ ദായനി, അതോടൊപ്പം എന്നോട് പ്രാർത്ഥിക്കണം എന്നതോടൊപ്പം ഫൽ യസ്തജീബൂ ലി, എനിക്ക് ഇങ്ങോട്ട് ഉത്തരം ചെയ്യണം. ഞാൻ അവനോട് ചിലതൊക്കെ ഇങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്താണ് അള്ളാഹ് നമ്മളോട് ഇങ്ങോട്ട് ആവശ്യപ്പെട്ടത്? അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം. മാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, എന്നെ മാത്രം ആരാധിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ജിന്നിനെ ഇൻസിനെ നാം സൃഷ്ടിച്ചത്. അപ്പോൾ ആ തൗഹീദ്, നമ്മുടെ ആരാധന, നേർച്ചകളും വഴിപാടുകളും ആരാധനകളും കറകളഞ്ഞ് അള്ളാഹുവിന് മാത്രം ഇയ്യാക നഅ്ബുദു, നിനക്ക് മാത്രം ആരാധിക്കുന്നു എന്ന ആ തൗഹീദ് നമുക്കുണ്ടാവണം. അതാണ് ഫലസ്തജീബൂ ലി വൽയുഅ്മിനൂ ബി, എന്നിൽ അവൻ വിശ്വാസം അർപ്പിക്കണം. അതെന്താ? പടച്ചോൻ എനിക്ക് തരും, പലരും തഴാതിരിക്കില്ല, എൻ്റെ പ്രാർത്ഥന അല്ലാഹ് സ്വീകരിക്കാതിരിക്കില്ല. ഞാൻ ആരോടും വേറെ ചോദിക്കുന്നില്ലല്ലോ, ആരിൽ നിന്നും എനിക്ക് രക്ഷ കിട്ടുമെന്ന് വിചാരിക്കുന്നില്ല. അമ്പിയാക്കളോ ഔലിയാക്കളോ സാലിഹ്യങ്ങളോ ഷെയ്ഖുമാരോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മഹാന്മാരോ ആരും എന്നെ രക്ഷിക്കൂല പടച്ചോനല്ലാതെ എന്ന ആ ഒരു ഇയ്യാക നഅ്ബുദു തൗഹീദിൽ അടിയുറച്ച് നിന്നുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമുക്ക് അല്ലാഹു തആല ഉത്തരം ചെയ്യും. അതിനുള്ള ഒരുപാട് ഉദാഹരണങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നു. യൂനുസ് നബി അലൈഹി സ്വലാമിൻ്റെ, എല്ലാവർക്കും അറിയാം, യൂനുസ് നബി അലൈഹി സ്വലാം തൻ്റെ ജനങ്ങളോട് പ്രബോധനം ചെയ്ത് മടുത്ത് അതിലൊന്നും ജനങ്ങളത് കേൾക്കുന്നില്ല എന്നായപ്പോൾ നിരാശനായിട്ട് നാട് വിട്ടുപോയി. അവസാനം കപ്പലിൽ യാത്ര ചെയ്തു. കപ്പൽക്കാർ അയാളെ പിടിച്ച് പൊയ്യിലിട്ടു, കടലിലിട്ടു. അദ്ദേഹം ഒരു മത്സ്യത്തിൻ്റെ വയറ്റിൽ കുടുങ്ങി എന്ന് ഖുർആനിലുണ്ട്, സൂറത്ത് യൂനുസ്. ആ മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്ന് യൂനുസ് നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയുടെ വലിപ്പം പഠിപ്പിക്കാനാണ് അല്ലാഹു തആല ആ സംഭവം നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. ഒരു മൊയ്ജിസത്തും കൂടിയാണ്.
എന്താണ് ആ മോചിതത്ത്? ദുന്നൂൻ, അദ്ദേഹത്തിൻ്റെ പേര് ദുന്നൂൻ, മത്സ്യത്തിൻ്റെ ആൾ എന്ന് പറഞ്ഞാൽ മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടന്ന് പ്രാർത്ഥിച്ച പ്രവാചകൻ. എന്താണ് പ്രാർത്ഥിച്ചത്? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. 3 കാര്യം യൂനുസ് നബി അലൈഹിസ്സലാം അവിടെ പ്രാർത്ഥനയിൽ ഉൾക്കൊള്ളിച്ചു. ഒന്ന് തൗഹീദ്, പടച്ചവനെ ഇവിടെ കിടന്ന് പ്രാർത്ഥിക്കാൻ നീ അല്ലാതെ വേറെ ആരോട് പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല, നീയാണ് ഏകനായ അള്ളാഹു, റബ്ബ്, ആരാധ്യൻ, തൗഹീദ്. 2 സുബ്ഹാനക, അള്ളാഹുവിനെ നമ്മൾ പ്രകീർത്തിക്കണം, നീ പരിശുദ്ധനാണ്. അതായത് നീയാണ്, അള്ളാഹുവാണ് ഈ ലോകത്തെ, ഈ പ്രപഞ്ചത്തിലെ പരിശുദ്ധനായ അള്ളാഹു, അവനാണ് പരിശുദ്ധൻ, വേറെ ഒന്നും പരിശുദ്ധമല്ല. അപ്പം പടച്ചവനെ അംഗീകരിക്കുകയും പടച്ചവനെ പ്രകീർത്തിക്കുകയും ചെയ്യാണ്. അള്ളാഹുവിൻ്റെ ഏകത്വം അംഗീകരിച്ചു, അള്ളാഹുവിൻ്റെ വിശേഷ ഗുണങ്ങൾ അംഗീകരിക്കുന്നു. എന്നിട്ട് ഇന്നി കുൻതു മിനൽ ളാലിമീൻ, ഞാൻ തെറ്റ് ചെയ്തു എന്ന കുറ്റം സമ്മതിക്കുകയും ചെയ്യുന്നു. 3 കാര്യം. ഒന്ന് തൗഹീദ്, പ്രാർത്ഥന സ്വീകരിക്കണമെങ്കിൽ ഒന്ന് തൗഹീദ്, ഏകനായ അള്ളാഹുവിനോട് മാത്രമേ നമ്മൾ പ്രാർത്ഥിക്കാവൂ. ആ അള്ളാഹുവിനെ സുബ്ഹാനക നമ്മൾ എപ്പോഴും പരിശുദ്ധമാക്കിക്കൊണ്ടിരിക്കണം. അതെങ്ങനെ? നമ്മളെ വാക്കിൽ, പ്രവൃത്തിയിൽ അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത വാക്ക് പറയരുത്, അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത പ്രവർത്തനങ്ങൾ ചെയ്യരുത്, അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത ഇടപാടുകൾ ചെയ്യരുത്. അള്ളാഹു കൽപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ വിശുദ്ധമാണ്, അത് സ്വീകരിക്കേണ്ടതാണെന്നുള്ള ആ വിശുദ്ധിയോടുകൂടി അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അംഗീകരിച്ചുകൊണ്ട് മാത്രം ജീവിക്കുമ്പോഴാണ് സുബ്ഹാനക നീ പരിശുദ്ധൻ എന്ന് പറയുന്നത്. ആ പരിശുദ്ധനാകുമ്പോൾ എന്നിട്ട് ഞാൻ തെറ്റ് ചെയ്തു പോയി, അങ്ങനെയൊക്കെ നീയാണ് പരിശുദ്ധൻ, നീയാണ് ഏകൻ, പക്ഷെ എൻ്റെ അടുത്ത് ഒരുപാട് അബദ്ധം വന്നു പോയി, ഇന്നി കുൻതു മിനൽ ളാലിമീൻ, ഞാൻ അക്രമികളുടെ കൂട്ടത്തിൽ പെട്ടുപോയി എന്ന് എനിക്ക് ഉറപ്പാണ് പടച്ചവനെ, ഞാൻ കുറ്റം സമ്മതിക്കുന്നു. ആ 3 കാര്യം, തൗഹീദും അള്ളാഹുവിൻ്റെ കൽപ്പനകൾ സ്വീകരിച്ചുകൊണ്ടുള്ള അള്ളാഹുവിനെ വാഴ്ത്തുന്ന ജീവിതത്തിലെ നിലപാടും, ഞാൻ കുറ്റക്കാരനാണ് എന്നുള്ള കുറ്റബോധവും നമ്മൾക്കുണ്ടെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുമെന്നാണ് നബി പഠിപ്പിച്ചത്, യൂനുസ് നബി അലൈഹി സ്വലാമിൻ്റെ കാര്യത്തിൽ കൂടി. അതോടൊപ്പം നബി ചില കാര്യങ്ങളും കൂടി പറഞ്ഞു. നിങ്ങളെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടണമെങ്കിൽ ഈ 3 നിബന്ധനകൾ വേണം. പറഞ്ഞ 3 നിബന്ധന. ഒന്ന് അതാണ് ദഅവത്തു ദുന്നൂനിൻ്റെ പ്രാർത്ഥനയാണ് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്. നബി പഠിപ്പിച്ചതാണ് ദുന്നൂനിൻ്റെ പ്രാർത്ഥന, അതായത് യൂനുസ് നബി അലൈഹി സ്വലാമിൻ്റെ പ്രാർത്ഥന. തൗഹീദ്, പരമമായ തൗഹീദ് അംഗീകരിക്കുക, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക, അള്ളാഹു അല്ലാത്ത ആരോടും പ്രാർത്ഥിക്കാതിരിക്കുക. അതോടൊപ്പം അള്ളാഹുവിനെ വിശുദ്ധമാക്കുക. ഓരോ കാര്യത്തിലും അള്ളാഹു നമുക്ക് ചില കൽപ്പനകൾ നൽകിയിട്ടുണ്ട്, അതിനെ തള്ളിക്കളയുമ്പോൾ അള്ളാഹ് പോരാത്തവനാണെന്നാണ് അതിൻ്റെ അർത്ഥം. അതല്ല, അള്ളാഹുവിനെ നാം വിശുദ്ധമാക്കുന്ന ആ ഒരു നിലപാട് സ്വീകരിക്കുക. എന്നിട്ട് സ്വയം കുറ്റബോധത്തോടുകൂടി വിനയാന്വിതനായി കുറ്റം സമ്മതിക്കുക. ഈ 3 കാര്യങ്ങളും ഉണ്ടെങ്കിലാണ് പ്രാർത്ഥന എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. അതിൻ്റെ പുറമെ നബി പറഞ്ഞു, അതോടൊപ്പം നമ്മുടെ ഈ ശരീരവും ഈ വസ്ത്രവും ശുദ്ധമായിരിക്കണം. ഒരാളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉദാഹരിച്ചു. അത് ഭക്ഷണത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നബി അത് പറയുന്നത്. നിങ്ങൾ നല്ലത് തിന്നാനേ പാടുള്ളൂ, നല്ലത് സമ്പാദിക്കണം, നല്ലത് തിന്നണം. അത് മുർസലീങ്ങളോടും അല്ലാഹു തആല കൽപ്പിച്ചതാണ്, നല്ലത് സമ്പാദിക്കണം, നല്ലത് തിന്നണമെന്ന്. മോമിനീങ്ങളോടും യായുല്ലദീന യായു റസൂലു കുലൂ മിനത് ത്വയ്യിബാത്തി വഅമലു സാലിഹ, മോമിനീങ്ങളോട് യായുല്ലദീന ആമനു കുലൂ മിൻ ത്വയ്യിബാത്തി മാ റസഖ്നാക്കും. അങ്ങനെ ഭക്ഷണത്തിൻ്റെ മര്യാദകളും ഭക്ഷണം കഴിക്കുന്നതിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ട് നബി പറഞ്ഞു, വ ഇന്ന റജുല, ഒരു മനുഷ്യൻ, യുതീലു സഫർ, ദീർഘമായ യാത്ര പോവുകയാണ്, ഹജ്ജിന് പോവുകയാണ് അയാൾ, അല്ലെങ്കിൽ ജിഹാദിന് പുറപ്പെടുകയാണ്, അല്ലെങ്കിൽ മറ്റു നല്ല കാര്യങ്ങൾക്ക് വേണ്ടി, അതാണ് ദീർഘയാത്ര, നല്ല യാത്രയാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദീർഘയാത്ര ചെയ്യുന്ന ആൾ സ്വാഭാവികമായും അള്ളാഹുവിന് ഹജ്ജിന് യാത്ര ചെയ്യുന്ന ആളുടെ പ്രാർത്ഥന അള്ളാഹു പ്രത്യേകം സ്വീകരിക്കും. കാരണം ഒരു പുണ്യകാര്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. ഒരു നല്ല കാര്യം പഠിക്കാൻ വേണ്ടിയുള്ള യാത്ര, അത് അള്ളാഹു തആല പ്രത്യേകം സ്വീകരിക്കും. കാരണം അന്നൊക്കെ നല്ല കാര്യം പഠിക്കാൻ വേണ്ടി മരുഭൂമിയിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും താണ്ടിക്കടക്കുന്ന ആളുകളായിരുന്നു സഹാബികൾ. ആ യാത്ര പ്രാർത്ഥന സ്വീകരിക്കുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ജിഹാദിന് വേണ്ടി യാത്ര, എന്ത് യാത്ര, എത്ര കിലോമീറ്ററുകളാണ് അവർ ജിഹാദിനൊപ്പം. മൂത്താ യുദ്ധം എന്നൊക്കെ പറയുന്നത് ജോർഡാനിൽ വെച്ചാണ്. അമ്മാനിൻ്റെ 70 കിലോമീറ്റർ ഇപ്പുറത്താണ് മൂത്താ യുദ്ധം നടക്കുന്നത്. മദീനത്ത് നിന്ന് കണ്ട് വരികയാണ് പോലെ, എത്ര മൈലുകൾ. ഇന്ന് 2 or 3 ഡെസ്റ്റിനേഷൻ വിമാനത്തിൽ കയറിയിട്ടേ ജോർഡാനിൽ എത്താൻ പറ്റുള്ളൂ.
നേരെ ഉണ്ടാവാൻ ചിലപ്പോൾ. അത്ര ദൂരമുള്ള മരുഭൂമിയിൽ കൂടിയുള്ള യാത്ര ജിഹാദിന്, ദീനിന് വേണ്ടിയാണ്. അപ്പോൾ ആ ദീനിന് വേണ്ടിയുള്ള യാത്രക്കാരൻ്റെ പ്രാർത്ഥന അല്ലാഹ് സ്വീകരിക്കും. ആ യാത്രക്കാരനെ പറ്റിയാണ് പറയുന്നത്, വൈന റജുല യുത്തീലു സഫറ, ഒരാൾ നല്ല കാര്യത്തിന് വേണ്ടി ദീർഘയാത്ര ചെയ്യുന്നു, എന്നിട്ട് അശ്അസ അഗ്ബറ, അദ്ദേഹത്തിൻ്റെ മുടിയൊക്കെ ജട പിടിച്ചിട്ടുണ്ട് യാത്രയുടെ ദൈർഘ്യം കൊണ്ട്. അഗ്ബറ, ശരീരം മുഴുവനും പൊടി വരണ്ടിരിക്കുന്നു യാത്രയുടെ ദൈർഘ്യം കൊണ്ട്. യമുദ്ദു യദഹു ഇലസമായി, അങ്ങനെ ആ നല്ല പുണ്യയാത്രയിൽ അദ്ദേഹം ആകാശത്തേക്ക് കൈ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു, യാ റബ്ബി യാ റബ്ബി, ആവർത്തിച്ച് റബ്ബേ തരണേ റബ്ബേ തരണേ, അങ്ങനെ കൈ കെട്ടി കൈ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു, യാ റബ്ബി യാ റബ്ബി. എന്നാലോ ആ ഉയർത്തിയ കയ്യും അവനെടുത്ത വസ്ത്രങ്ങളും നബി പറയാണ്, ഓ മത്അമുഹു ഹറാം, അവൻ തിന്നത് ഹറാം കൊണ്ടാണ്. ഓ മൽബസുഹു ഹറാം, അവന് യാത്ര പോകുമ്പോൾ ഉടുത്ത വസ്ത്രം ഹറാമാണ്. ഓ ഗുദ്ദിയ ബിൽ ഹറാം, പണ്ട് കാലത്ത് അവൻ്റെ ശരീരം ഇങ്ങനെ പോഷണം കിട്ടി വളർന്നത് ഹറാമിൻ്റെ പോഷണം കിട്ടിയാ വളർന്നത്. അന്നായുസ്തജാബുലഹു, അങ്ങനെ ഹറാമിൽ തിന്ന് വളർന്ന്, ഹറാമ് ഉടുത്ത് വളർന്ന്, ഹറാമ് തിന്ന് ജീവിച്ച്, ഹറാമ് ഉടുത്ത് നടക്കുന്ന ഇവൻ്റെ കൈ എത്ര ആകാശത്തേക്ക് ഉയർത്തിയിട്ട് യാ റബ്ബി യാ റബ്ബി എന്ന് പറഞ്ഞാലും അന്നായുസ്തജാബുലഹു, എങ്ങനെ ഉത്തരം കൊടുക്കാൻ ആ ചങ്ങായിക്ക് അല്ലാഹു തആല കൊടുക്കൂല്ലോ. എങ്ങനെ ഉത്തരം കൊടുക്കാനാ പറഞ്ഞാൽ എങ്ങനെ കൊടുക്കൂല. അപ്പം എന്താ ഇതിൽ നിന്ന് നബി നമ്മളെ പഠിപ്പിക്കുന്നത്? പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടണമെങ്കിൽ മേൽപ്പറഞ്ഞ ദുന്നൂനിൻ്റെ 3 നിബന്ധനകളോടൊപ്പം നമ്മളുടെ ഭക്ഷണം ഹലാലാവണം, നമ്മുടെ വസ്ത്രം ഹലാലാവണം എന്ന് പറഞ്ഞാൽ ഹറാമായ മാർഗത്തിൽ കൂടിയുള്ള സമ്പാദ്യം നമുക്കുണ്ടാവരുത്. പിടിച്ചു പറിച്ചത് ഉണ്ടാവരുത്, പലിശ വാങ്ങിയത് ഉണ്ടാവരുത്, പോക്കറ്റടിച്ചത് ഉണ്ടാവരുത്, കട്ട് കൊണ്ടുവന്നതൊന്നും ഉണ്ടാവരുത്. നമ്മളെ കുട്ടികൾക്ക് തിന്നാൻ കൊടുക്കാൻ കട്ട് കൊണ്ടുവന്നിട്ട് തിന്നാൻ കൊടുക്കുന്നു, കട്ട് കൊണ്ടുവന്ന് പിടിച്ചു പറിച്ചു കൊണ്ടുവന്ന് തിന്നാൻ കൊടുക്കുന്നു. അതാണ് നമ്മളെ കുട്ടികൾ ഹറാമ് കൊണ്ട് ഉഹദിയ ബിൽ ഹറാം എന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിലെ ഹറാമ് തിന്ന് വളർന്നു എന്ന് പറഞ്ഞാൽ നമ്മളെ ശരീരം അങ്ങനത്തെ ശരീരം ആവരുത്, നമ്മളെ മക്കളുടേതും. പിന്നെ അപ്പം നമ്മൾ കക്കാൻ പോകലുണ്ടോ? ഇല്ല, നമ്മളാരും കക്കാനും കവർച്ച നടത്താനും പിക്ക് പോക്കറ്റിനൊന്നും നമ്മൾ പോകില്ല. പിന്നെ എന്നാൽ ഹറാമായ സമ്പത്ത് നമ്മളെ ശരീരത്തിൽ ഉണ്ടാവരുത്. നമ്മളെ സമ്പത്തിൽ പാവങ്ങളുടെ 2.5% അത് ഹറാമാണ്, നമ്മളതല്ല, അത് അവരുടേതാണ്. ആ സക്കാത്ത് കൊടുത്ത് വീട്ടാത്ത സമ്പത്ത് നമ്മളെ കൂടെ ഉണ്ടാവരുത്. അങ്ങനെയുള്ള സമ്പത്ത് തിന്ന് കുറച്ചെങ്കിലും കുറച്ച് മോശമായ വസ്ത്രം ധരിച്ചിട്ട് എങ്കിലും അങ്ങനെ ജീവിച്ചവൻ്റെ പ്രാർത്ഥനയെ അല്ലാഹ് സ്വീകരിക്കുള്ളൂ. ആ പ്രാർത്ഥന നമ്മളെ കണ്ട് ആമീൻ പറഞ്ഞതുകൊണ്ട് സ്വീകരിക്കണം എന്നില്ല എന്നാണ് പറയേണ്ടത്. നമ്മൾ ശുദ്ധമാവണം, നമ്മളെ ഉയർത്തുന്ന കൈ ശുദ്ധമാവണം, നമ്മളെ ഈ മസിലുകളും ചോരയും ശുദ്ധമാവണം, നമ്മളെ കുപ്പായവും തുണിയും ശുദ്ധമാവണം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അക്ലുൽ ഹറാം, ഹറാമ് തിന്നൽ 4-ാമത്തത്. 5 ഗഫലത്ത് അല്ലാഹു തആല സ്വീകരിക്കുകയില്ല. മിൻ ഖൽബിൻ ലാഹിൻ, ഇന്നല്ലാഹ ലാ യഖ്ബലു മിൻ ഖൽബിൻ ലാഹിൻ, അശ്രദ്ധമായ മനസ്സിൽ നിന്ന് അല്ലാഹ് സ്വീകരിക്കൂല. അപ്പോൾ പല ദുആകൾ നോക്കേണ്ടി ആമീൻ ആമീൻ, ഭയങ്കര മുഴക്കത്തിൽ ആമീൻ കേൾക്കുക. എന്താമീൻ, എന്തായി പറഞ്ഞത്, ആർക്കാ ആമീൻ ചൊല്ലി നമുക്കറിയില്ല. ആ നിലക്കുള്ള ആമീനല്ല, നല്ല ബോധത്തോടുകൂടി, ബോധമായി നല്ല ബോധമുള്ള മനസ്സുകൊണ്ട് ശ്രദ്ധയോടുകൂടി പഠിച്ചവനെ ഞങ്ങളെ ഉത്തരം തരണമേ. ആമീൻ എന്നുള്ള വാക്ക് ഇബ്രാഹിമി മതത്തിൽ മാത്രമുള്ളൊരു പ്രത്യേകതയാണ്. സെമിറ്റിക് മതങ്ങളിൽ ആമീനുള്ളൂ. ഇപ്പോൾ ജൂതന്മാർക്ക് ആമീനുണ്ട്, ക്രിസ്ത്യാനികൾക്ക് ആമീനുണ്ട്, മുസ്ലിങ്ങൾക്കും ആമീനുണ്ട്. എന്താ ഈ ആമീൻ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കണമേ എന്ന്. നമ്മൾ ഫാത്തിഹേൻ്റെ ശേഷം ഇമാമിൻ്റെ കൂടെ ആമീൻ പറയുമ്പോൾ എല്ലാവരും കൂടി എന്ന് പറയുമ്പോൾ നമ്മൾ ആമീൻ എന്നങ്ങണ്ട് പറയുന്നതിനേക്കാളും അള്ളാഹുവേ ഞങ്ങൾ ചൊല്ലിയ ഈ പ്രാർത്ഥനക്ക് ഈദിന സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞല്ലോ, ഇയ്യാക നസ്തഈൻ മുതൽ വലല്ലാലീൻ വരെ ഈ ഇമാമ് ചൊല്ലിയ പ്രാർത്ഥനക്ക് ആമീൻ, ഞങ്ങൾക്ക് നീ ആമീൻ തരണമേ, ഉത്തരം നൽകണമേ. അതാ നബി പറഞ്ഞു, ഫഇന്നഹു മൻ വാഫഖ തഅമീനഹു തഅമീനൽ മലായിക, മലക്കുകളുടെ ആമീൻ അപ്പോഴാണുള്ളത്. ഇമാം ആമീൻ പറയുമ്പോൾ നമ്മൾ ആമീൻ പറയണം, അപ്പോഴാണ് മലക്കുകളും ആമീൻ പറയും. അപ്പം മലക്കുകളും ഇമാമും, നമ്മളെ മുമ്പിലുള്ള ഇമാമും, നമ്മൾ കാണാത്ത ഈ നമസ്കാരത്തിന് ഹാജരായ മലായികത്തും ബില്ലൈലി വന്നഹാർ, ആ മലക്കുകളും നമ്മളും കൂടി ഒപ്പം ആമീൻ പറയുമ്പോൾ
അത് മുകളിൽ തട്ടും, അത് മുകളിൽ തട്ടും. അശ്രദ്ധമായി ഒരാമയും പറയരുത്. അപ്പോൾ ഫാത്തിഹ നമ്മൾ അർത്ഥം പഠിച്ചു വെച്ചുകൊണ്ട് തന്നെ പഠിച്ചോന് കൊടുക്കേണ്ടത് ഇയ്യാക നഅ്ബുദു വരെ അതിൻ്റെ അർത്ഥം ഇന്നതാണ്, ഇയ്യാക നസ്തഈൻ മുതൽ അവിടെ നിന്ന് ഇങ്ങോട്ട് ചോദിക്കുകയാണ്, അത് ഇങ്ങണ്ടാണ്, വരവാണ്, മറ്റത് ചെലവാണ് എന്നിങ്ങനെയൊക്കെയുള്ള ബോധത്തോടു കൂടി ചൊല്ലിയിട്ട് ഇമാമിൻ്റെ കൂടെ ആമീൻ എന്ന് പറയുമ്പോൾ ആമീൻ മീമിനാണ് നീട്ടേണ്ടത്, ആക്ക് കുറച്ച് നീട്ടിയാൽ മതി. ആമീൻ എന്ന് പറയുമ്പോൾ അത് മുകളിൽ ചെന്ന് തട്ടുന്ന പ്രാർത്ഥന. അതാണ് ഗഫലത്തില്ലാത്ത, അശ്രദ്ധയില്ലാത്ത പ്രാർത്ഥനയായിരിക്കണം, പഠിച്ചവനോട് മാത്രമുള്ള പ്രാർത്ഥനയായിരിക്കണം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അല്ലാഹു തആല പ്രാർത്ഥനയുടെ അദബുകൾ നമ്മളെ പഠിപ്പിച്ചത്. എന്താണ്? നമുക്ക് നല്ല മനസാന്നിധ്യമുണ്ടായിരിക്കണം. അതുപോലെ നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ തുടങ്ങി ഹംദും സലാത്തും ചെല്ലണം. സലാത്ത് കൊണ്ട് ആരംഭിക്കണം പ്രാർത്ഥന. നമ്മളെ അത്തഹിയ്യാത്തുൽ ചൊല്ലുന്ന സലാത്ത് ഇബ്രാഹിമി എന്ന് പറയുന്ന സലാത്ത് കൊണ്ട് പ്രാർത്ഥന നമ്മൾ ആരംഭിക്കണം. അതുപോലെ തന്നെ കിട്ടും എന്നുള്ള പ്രതീക്ഷ നമുക്ക് വേണം. പ്രാർത്ഥന കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷ, കിട്ടിയെങ്കിൽ ആയി എന്നുള്ളതാണ്, ദ്വാരം ഇട്ടു പോവല്ല. കിട്ടും എന്നുള്ള പ്രാർത്ഥന വേണം, ധൃതി കൂട്ടാൻ പാടില്ല. അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത തക്കല്ലുഫ്, ഇന്നൊക്കെയുള്ള പ്രാർത്ഥന അങ്ങനെയാണ്. അതായത് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അങ്ങനെ കെട്ടിച്ചമച്ച് മനുഷ്യന്മാരെ എന്തോ ആണെന്ന് ബോധ്യപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരുതരം രാഗാത്മകമായ പ്രാസനിബദ്ധമായ പ്രാർത്ഥനകൾ, അതൊന്നുമല്ല. അള്ളാഹുവിനോട് അങ്ങനെ ഒരു പ്രാസമില്ല. അമ്പിയാക്കന്മാരുടെ പ്രാർത്ഥന ഖുർആനിലുണ്ട്, രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ജീവിതത്തിലെ പ്രാർത്ഥന ഉണ്ട്. ഒന്നും ഒരു പ്രാസനിബദ്ധമല്ല. ഇത് നമ്മളെ ഈ ബിസിനസ് പ്രാർത്ഥനകളുണ്ട്, ബിസിനസ്സിന് വേണ്ടി ആളുകളെടുത്തുനിന്ന് കിട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകളൊക്കെ ആ പ്രാസനിബദ്ധമായി, പ്രാസം അവസാനത്തെ വാക്ക് ഇങ്ങനെ ഒപ്പിച്ച് ആളുകളെങ്ങനെ കയ്യിലെടുക്കുന്ന തരത്തിലുള്ള ഒരു തരം പ്രാർത്ഥന, ആ പ്രാർത്ഥന ആവരുത് എന്നാണ്. ഹജ്ജിന് വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമൻ്റെ കൂടെ ഹജ്ജിന് വന്നപ്പോൾ ലക്ഷത്തോളം സഹാബിമാരുണ്ട്. അവരിങ്ങനെ ഉറക്കെ പ്രാർത്ഥിച്ചപ്പോൾ നബി പറഞ്ഞു, ജനങ്ങളെ, നിങ്ങൾ ഈ പൊട്ടനല്ല അള്ളാഹു, നിങ്ങൾ അങ്ങനെ ഉറക്കെ പ്രാർത്ഥിക്കേണ്ട അല്ല, നിങ്ങളെ റബ്ബ് പൊട്ടനൊന്നുമല്ല. പൊട്ടനായ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം അള്ളാഹു എന്ന് വിചാരിച്ചോ നിങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ വലാ തജ്ഹർ ബിസലാത്തിക വലാ തുഖാബിത് ബിഹാ, വലിയ ഒച്ച ഉണ്ടാക്കി ഉള്ളാക്കിട്ട് ആർക്കേണ്ട കാര്യമില്ല. എന്നാലോ അതൊക്കെയാണ് ചില പ്രാർത്ഥനകളൊക്കെ നിങ്ങൾ നോക്കേണ്ടി, അതൊക്കെ അതിൻ്റെ ആ കൃത്രിമത്വം ശരിക്കും ബോധ്യപ്പെടും. എന്നാൽ പറ്റേ ശബ്ദം ഇല്ലാതെയാക്കുകയും വേണ്ട, പിന്നെ കൈ ഉയർത്തേണ്ട. ഇപ്പം നമസ്കാരത്തിൻ്റെ ശേഷം നമ്മൾ അസ്തഗ്ഫിറുല്ലാ 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 അത് പ്രാർത്ഥനയാണ്. പിന്നെ അല്ലാഹുമ്മ അൻതസ്സലാം മിൻകസ്സലാം അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു, ഇതൊക്കെ പ്രാർത്ഥനകളുണ്ട്, അതിലൊക്കെ പ്രാർത്ഥനകളാണ്. അതുപോലെ നമ്മൾ നമസ്കാരത്തിൻ്റെ ശേഷം പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയമാണ്. കൈ ഉയർത്തേണ്ടതില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല, നബിയും കൈ ഉയർത്തിയിട്ടില്ല. എല്ലാവരും അവരവരുടെ സ്വന്തമായ പ്രാർത്ഥനയാണ്. നേരെ മറിച്ച് നമുക്ക് ഒറ്റയ്ക്കിരുന്ന് രണ്ട് ബാങ്കിൻ്റെയും ഇഖാമത്തിൻ്റെയും ഇടയിലുള്ള പ്രാർത്ഥന നമുക്ക് കൈ ഉയർത്താം. തവാഫിൽ നബി കൈ ഉയർത്തിയില്ല, തവാഫിൽ പ്രാർത്ഥനയല്ലേ മുഴുവൻ, നബി കൈ ഉയർത്തിയിട്ടില്ല. എന്നാൽ നേരെ പോയിട്ട് സഫാ മറുവൻ്റെ ഇടയിലെത്തുമല്ലോ കൈ ഉയർത്തിയിട്ടാണ് സഫയുടെയും മറുവയുടെയും മുകളിൽ പ്രാർത്ഥിക്കേണ്ടത്. നടക്കുമ്പോൾ നബി കൈ ഉയർത്തിയില്ല, അപ്പം നമ്മൾ കൈ ഉയർത്തണ്ട. അപ്പം നബി ഒറ്റയ്ക്ക് വേണ്ടി മറ്റുള്ള പ്രാർത്ഥനകളിൽ കൈ ഉയർത്തിയിരുന്നു, അത് നമുക്ക് ഉയർത്താം. നമസ്കാരത്തിൻ്റെ ശേഷം ഉയർത്തിയിട്ടില്ല. ഏതായിരുന്നാലും കൈ ഉയർത്തേണ്ടയിടത്ത് ഉയർത്തുക, ഒളോടുകൂടി പ്രാർത്ഥിക്കുക, കിബലക്ക് മുന്നിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുക, പള്ളിയിൽ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുക. അതുപോലെ അതൊക്കെയാണ് പ്രാർത്ഥനയുടെ മര്യാദകൾ. അതുപോലെ ഏറ്റവും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയമുണ്ട്. ഇപ്പോൾ ഇഫ്താർ, നമ്മളിപ്പോൾ ഇതാ ഇഫ്താർ, നമ്മൾ നോമ്പ് തുറന്ന് കഴിഞ്ഞ ഉടൻ ഒരു ചെറിയ പ്രാർത്ഥന, അതേറ്റവും പ്രാർത്ഥനയ്ക്ക് അള്ളാഹു അവിടെ മുകളിൽ തട്ടുന്ന പ്രാർത്ഥനയാണെന്ന്. അതുപോലെ അത്താഴ നേരത്ത്, അത്താഴം കഴിച്ച് സുബഹിൻ്റെ മുമ്പായിട്ട് കുറച്ച് സമയം ഉണ്ടാകും, ആ സമയത്ത് നല്ല ഒരു മനസ്സിൽ തട്ടിയ എല്ലാം തുറന്നു പറയുന്ന ഒരു പ്രാർത്ഥന, എന്തുണ്ടെങ്കിലും അള്ളാഹുവിനോട് നമുക്ക് തുറന്നു പറയാം. അത്താഴ നേരത്ത്, ഇഫ്താറിൻ്റെ സമയത്ത്, അതുപോലെ ബാങ്കിൻ്റെയും ഇഖാമത്തിൻ്റെയും ഇടയിൽ 5 നേരത്തും ബാങ്ക് കൊടുത്തു കഴിഞ്ഞ് നമ്മൾ സുന്നത്ത് നിസ്കരിച്ച് ഇഖാമത്തിന് കാത്തിരിക്കുമ്പോൾ പ്രാർത്ഥന. അതുപോലെ തന്നെ സുജൂദിൽ നമ്മൾ ഒറ്റക്കാണെങ്കിലേ പറ്റുള്ളൂ. സുന്നത്ത് നമസ്കാരങ്ങളിലൊക്കെ ഒറ്റക്ക് സുജൂദ് ചെയ്യുമ്പോൾ ആ സുജൂദിൽ കടന്ന് നമുക്ക് നബിയിൽ നിന്ന് പഠിച്ച ഖുർആനിലോ നബിയുടെ വചനത്തിലോ ഉള്ള പ്രാർത്ഥനകളാവാം. അതല്ലെങ്കിൽ നമ്മുടെ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കാം.
മലയാളത്തിൽ പഠിച്ചോനെ എനിക്ക് ഇന്ന കാര്യങ്ങൾ എൻ്റെ കച്ചവടത്തിൽ നഷ്ടം വന്നിട്ടുണ്ട്, അങ്ങനെ മലയാളത്തിൽ പറയാൻ പാടില്ല. അത് നബി തടഞ്ഞിട്ടുണ്ട്. സുജൂദ് നിസ്കാരത്തിൽ നിങ്ങൾ മലയാളം പറയരുത്, നിങ്ങളെ ഭാഷ പറയരുത്, മലയാളം എന്നല്ല നിങ്ങളെ ഭാഷ പറയരുത്. അത് അള്ളാഹു പഠിപ്പിച്ച ആ ഭാഷയിൽ പ്രാർത്ഥിക്കാവൂ. സുജൂദിൽ പ്രാർത്ഥിക്കാം, ഒറ്റക്കാവുമ്പോൾ ദീർഘമായിട്ട്. യാത്രയുടെ സമയത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. രോഗിയായി കിടക്കുമ്പോൾ പ്രാർത്ഥിക്കാം. രോഗിയായി കിടക്കുമ്പോഴുള്ള പ്രാർത്ഥനയ്ക്ക് പ്രത്യേക ഉത്തരം ചെയ്യുന്ന പറഞ്ഞത്. അതുപോലെ കഷ്ടപ്പാട് കൊണ്ട് മനുഷ്യനാകെ വിഷമിക്കുമ്പോൾ, വളരെയധികം മാനസിക സംഘർഷങ്ങൾ വരുമ്പോൾ നമുക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇസ്തിഗ്ഫാറോടുകൂടി ജീവിച്ച് അള്ളാഹുവിൻ്റെ നിന്ന് കിട്ടും എന്നുള്ള പരിപൂർണ വിശ്വാസത്തോടുകൂടി നമ്മൾ പ്രാർത്ഥിച്ചാൽ അത് നമ്മളുടെ മഹാശക്തിയാണ്. ആ പ്രാർത്ഥന കൊണ്ട് പലതും കിട്ടും. ആ ഒരു ഉറപ്പ് നമുക്കുണ്ടാവണം. അങ്ങനെ പ്രാർത്ഥന നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഒരു കൈ ഉയർത്തിയിട്ടോ അല്ലെങ്കിൽ പള്ളിയിൽ വെച്ചോ ഒരു ചടങ്ങായിട്ടല്ലാതെ, അല്ലെങ്കിൽ നിക്കാഹിൻ്റെയും അതുപോലെ മറ്റു സമയങ്ങളിലൊക്കെ ഓരോരുത്തർ വന്ന് ചെയ്തു തരുന്ന, കാശ് കൊടുത്ത് പ്രാർത്ഥിച്ചു തരുന്ന പുരോഹിതന്മാരുടെ ചടങ്ങല്ല പ്രാർത്ഥന. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഓരോ കാര്യം ചെയ്യുമ്പോഴും പഠിച്ചവനെ ഇത് ശരിയായി കിട്ടണമേ എന്നുള്ള നല്ല മനസ്സ്, അല്ലെങ്കിൽ ആ നിലക്കുള്ള പ്രാർത്ഥന, അങ്ങനെയുള്ള പ്രാർത്ഥനാനിരതമായ ഒരു വാതിൽ നമ്മൾ അള്ളാഹുവിലേക്ക് തുറന്നു വെച്ചാൽ അള്ളാഹു കാരുണ്യത്തിൻ്റെ വാതിൽ ഇങ്ങോട്ടും തുറന്നു വെക്കും. അങ്ങനെ പ്രാർത്ഥിച്ച് രക്ഷപ്പെടുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെല്ലാം ഉൾപ്പെടുത്തുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു തന്ന് നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു തആല നമ്മളെയും നമ്മുടെ മക്കളെയും കുടുംബങ്ങളെയും പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്തവരെയും അള്ളാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയ ഉമ്മമാർക്കും മറ്റ് എല്ലാ സുഹൃത്തുക്കൾക്കും ജ്യേഷ്ഠാനുജന്മാർക്കുമൊക്കെ അള്ളാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. രോഗികളും കഷ്ടപ്പെടുന്നവരുമായ എല്ലാവർക്കും അള്ളാഹു തആല ശാന്തിയും സമാധാനവും മനസാന്നിധ്യവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ.